Good morning. Good morning, Miss. Okay, Vismaya, good morning. Good morning, Miss. Okay, good morning. വിസ്മയുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കേക്കൊക്കെ മുറിച്ചാ? ഇല്ല മിസ്സേ, അങ്ങനെ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. ശരി. ഓക്കെ, നീ ഇത് ഗുഡ് മോർണിംഗ്. വിസ്മയ്ക്ക് കുഞ്ഞുവാവ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ, 2 പേരുണ്ട്. ഇളയാള് കുഞ്ഞാ, 1 വയസ്സേ ഉള്ളൂ. മിസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ആ, കഴിച്ചു. അത് കഴിച്ചിട്ടാണല്ലോ വീട്ടിൽ വരുന്നത്. ഓക്കെ ഓക്കെ. ഇഡ്ഡലിയായിരുന്നു. നിങ്ങളെല്ലാരും കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. നമ്മുടെ ക്ലാസ്സിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലും ഉണ്ടോ? മീൻസ് ചോദിച്ചത് ഗൾഫിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ഉണ്ടോ? ഓക്കെ. ഷിജു. ഓ, ശരി ശരി. ഷിജു അപ്പൊ എവിടെയാണ്? ദുബായിലാണോ? ഒമാനിലാണോ? ഓക്കെ ഓക്കെ. ശരി ശരി ശരി. പുള്ളി ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവും. കയറിയിട്ടില്ല. ആ, കയറുന്നതാണ് ഞാൻ കാണാറുണ്ട്. എന്റെ ക്ലാസ്സിൽ ഇപ്പൊ നിലവിൽ കയറിയിട്ടില്ല. ഓക്കെ. ആ, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞാനിങ്ങനെ നമ്മള് പഠിപ്പിക്കുന്ന പല ബാച്ചസിലും പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. നമ്മൾ ചോദിക്കായിരുന്നു എങ്ങനെയാണ് അവിടെ എല്ലാവരും സേഫ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ. ഷിജുവിന് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്ന് 12 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. 12:30 വരെ ഇല്ല, 12 മണി വരെ ക്ലാസ് ഉള്ളൂ. സോളിനിസ് ലീവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. 1.5 മണിക്കൂറിന്റെ ക്ലാസ് ആയിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ 12 മണിയാവുമ്പോൾ നിങ്ങൾക്ക് ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാതെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞു നിർത്തിയത് കോമൺ പിറ്റ്ഫോൾസ് ദാറ്റ് ക്യാൻ ഡിറൈൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് അല്ലെ? നമ്മള് ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ എന്താ പറയാ ഇൻഫ്ലുവൻസും പിന്നെ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി അല്ലെ? അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റുകൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ? പ്രധാനമായിട്ടും 5 ടൈപ്പ് ഓഡിറ്റുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കംപ്ലൈൻസ് ഓഡിറ്റ്, എൻവയോൺമെന്റൽ ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, അങ്ങനെ 5 ടൈപ്പ് ഓഫ് ഓഡിറ്റുകൾ നമ്മൾ കണ്ടു. പിന്നെ ഇന്റേണൽ ഓഡിറ്റിന്റെ 4 ഫേസസുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പ്ലാനിങ്, ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിങ്, ഫോളോ അപ്പ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ പോയിന്റുകളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതൊക്കെ അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കോമൺ പിറ്റ്ഫോൾസ് ആണ് ദാറ്റ് ക്യാൻ ഡിറൈവ് ആൻ ഇന്റേണൽ ഓഡിറ്റ്. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ അതിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പൊതുവെ ഒരു ഇന്റേണൽ ഓഡിറ്റിൽ വരാവുന്ന പിഴവുകൾ എന്തൊക്കെയാണ്. പിറ്റ്ഫോൾ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? പിഴവുകൾ എന്നാണ് കേട്ടോ. അപ്പൊ ഒരു ഇന്റേണൽ ഓഡിറ്റില് വരാൻ സാധ്യതയുള്ള പിഴവുകൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് 4 കാര്യങ്ങൾ, 4 പോയിന്റുകളാണ് അതിൽ പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് സ്കോപ്പ് ക്രീപ്പ് ആണ്. 2 നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലൈന്റ്. ഓക്കെ നീതു അറിയാം, സ്കോപ്പ് ക്രീപ്പ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലൈന്റ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നോട്ട് റിവ്യൂവിംഗ് ഡാറ്റ, ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്.
സ്കോപ്പ് ക്രീപ്പ് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്കോപ്പ് ക്രീപ്പ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിന്റെ പരിധി അല്ലെ, ആ ഒരു പരിധി എന്ന് പറയുന്നത് ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്ത് പോവാണ്, എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം. അതാണ് ഇത് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഓഡിറ്റ് നടത്തുന്നതിന് നമ്മളൊരു പരിധി നിശ്ചയിക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെ ഓഡിറ്റ് നടത്തണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഓഡിറ്റ് നടത്തണം, അത് എങ്ങനെ ചെയ്യണം, എത്ര സമയപരിധിക്കുള്ളിൽ ചെയ്യണം എന്ന് എല്ലാത്തിലും നമ്മളൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ആ പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾക്ക് ആ ഇന്റേണൽ ഓഡിറ്റ് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അതിന്റെ എഫിഷ്യൻസി നഷ്ടപ്പെടും അല്ലെ, ചെലവ് കൂടും, അതുപോലെ തന്നെ ഒത്തിരി ടൈം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ടൈം കൂടും, നമുക്ക് ഈ പറയുന്ന പോലെ പണച്ചെലവ് ഉണ്ടാവും, സമയനഷ്ടം വരും, നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഇന്റേണൽ ഓഡിറ്റിന്റെ എഫിഷ്യൻസി അവിടെ നഷ്ടപ്പെടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓക്കെ അല്ലേ? അതുവരെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലോട്ട് നോക്കാം. സെക്കൻഡ് പോയിന്റ് വരുന്നത് നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയൻസ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ എല്ലാ ക്ലയൻസും അതുപോലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതിന്റെ പാർട്ട്നേഴ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ ക്ലയന്റുകളുമായിട്ടും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും നമ്മൾ സംസാരിക്കാതിരിക്കുന്നത്, അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത്, അത് എന്തിന് കാരണമാകാറുണ്ട്, ഇന്റേണൽ ഓഡിറ്റിന് വലിയ പിഴവുകൾ വരുത്താറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം എന്താണ് ഉദ്ദേശിക്കുന്നതിനുള്ളത് ജസ്റ്റ് വായിച്ച് പറഞ്ഞു തരാം കേട്ടോ. അതായത് നമ്മളിപ്പോഴും ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ പൊതുവെ നമ്മൾ എന്താ ചെയ്യാം, അതിന്റെ മാനേജേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ടീം ലീഡേഴ്സിന്റെ അടുത്താണ് നമ്മൾ കൂടുതലും സംസാരിക്കാം. പക്ഷെ നമുക്കറിയാം മാനേജർമാര് അല്ലെങ്കിൽ ഈ പറയുന്ന ടീം ലീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജറിയൽ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അവര് നേരിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളല്ല. അവരെന്താ ചെയ്യുന്നത്, അവരുടെ കീഴിലുള്ള സ്റ്റാഫുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ഡ്യൂട്ടി മാത്രമാണ് മാനേജർമാർക്കും അതുപോലെ തന്നെ ടീം ലീഡേഴ്സിനൊക്കെ വരുന്നത്. അല്ലാതെ അവര് എന്ത് ചെയ്യുന്നില്ല, അവർ നേരിട്ട് ആ വർക്കുകൾ ചെയ്യുന്ന ആളുകളല്ല, അവരൊരു സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മള് അവരോട് മാത്രം സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കണം. അതുകൊണ്ടാണ് അവർ പറയുന്നത് എല്ലാ ക്ലയൻസുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സംസാരിക്കണം. ഇപ്പൊ താഴേക്കിടയിൽ വർക്ക് ചെയ്ത് നേരിട്ട് ആ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഏറ്റവും എന്താണ് താഴെ തട്ടിലുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കണം. അവരുമായിട്ട് നമ്മൾ സംസാരിച്ചെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. ഒരു മാനേജർമാര് അല്ലെങ്കിൽ ടീം ലീഡേഴ്സ് അവര് കുറെ കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് കുറെ റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ അതിന് നമ്മൾ ആ ഡോക്യുമെന്റിൽ പറഞ്ഞ പോലെ ആയിരിക്കണമെന്നില്ല അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഒരു പക്ഷേ താഴേക്കിടയിലുള്ള ജീവനക്കാർ, ഇപ്പൊ ക്ലയൻസ് ആയിക്കോട്ടെ, മറ്റ് എന്താ പറയാ സ്റ്റാഫുകൾ, എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിക്കോട്ടെ, അവര് ചിലപ്പോൾ ഫോളോ ചെയ്യുന്നത് മറ്റേതെങ്കിലും പ്രോസസ് ആണെങ്കിലോ. അപ്പൊ അത് നമുക്കറിയണമെങ്കിൽ എന്ത് വേണം, നമ്മൾ നേരിട്ട് അവരുമായിട്ട് സംസാരിക്കണം. ചുരുക്കി പറഞ്ഞാല് നമ്മൾ മാനേജർമാരും ടീം ലീഡേഴ്സുമായിട്ട് മാത്രം സംസാരിച്ചാൽ പോരാ, നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ തുടക്കം മുതൽ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ക്ലയൻസുകളും, അതായത് താഴേക്കിടയിലുള്ള സ്റ്റാഫുകളുമായിട്ട് എഞ്ചിനീയേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം. കാര്യം നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല അവരെ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അവരുമായിട്ട് സംസാരിച്ച് നേരിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ അക്യുറസി നമുക്ക് അവിടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇത് നമ്മള് പുറമെ കാണുന്ന പോലെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. പുറമെ നമ്മൾ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്ത് നല്ല സെറ്റപ്പിലൊക്കെ ആയിരിക്കും നമ്മള് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. പക്ഷെ ചിലപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കുന്നതില്ല കാര്യങ്ങൾ നടക്കുന്നത്. ഉള്ളിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് വായിക്കാം. ബി ഷുവർ ടു ഇൻവോൾവ് യുവർ ക്ലയന്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏർലി ആൻഡ് ഓഫൺ. കണ്ടോ, എല്ലാ ക്ലയൻസുമായിട്ടും എല്ലാ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ തുടക്കം മുതൽ തന്നെ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് അവരുമായിട്ട് സംസാരിക്കണം.
ഓക്കെ, ഐ റെക്കമെൻഡ്, ഐ മീൻസ് ഇവിടെ ഒരു ഇന്റേണൽ ഓഡിറ്ററിന്റെ വ്യൂ പോയിന്റിലാണ് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റർ റെക്കമെൻഡ് ഗോയിങ് ഡീപ്പർ ദാൻ മാനേജേഴ്സ് ഓർ ടീം ലീഡേഴ്സ് ടോക്ക് വിത്ത് ദ സ്റ്റാഫ്, എഞ്ചിനീയേഴ്സ് എക്സിറ്റ്. കണ്ടോ, നമ്മൾ മാനേജർമാരും ടീം ലീഡേഴ്സും ആയിട്ട് മാത്രം സംസാരിച്ചാൽ പോരാ, അവിടെ ഏറ്റവും താഴേക്കിടയിലുള്ള സ്റ്റാഫുകള്, എഞ്ചിനീയേഴ്സ്, അവരൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സംസാരിക്കണം. കാര്യം എന്താണ്, മെനി ടൈംസ് the people in the trenches may be following a completely different process than what is documented or understood by the management. People in the trenches എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, the staff involved in the working, നേരിട്ട് ആ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. കാരണം അവിടെ പീപ്പിൾ ഇൻ ദ ട്രെഞ്ചസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള താഴേക്കിടയിലുള്ള സ്റ്റാഫുകള്, എഞ്ചിനീയേഴ്സ്, അവരൊക്കെ പറഞ്ഞ നേരിട്ട് ആ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്കാണ് ആ ജോലിയെ പറ്റി കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അല്ലെ. മാനേജർമാര് ടീം ലീഡർമാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കാര്യങ്ങള് വെള്ളോട്ട് നയിക്കുക, അവർക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുക, ആ രീതിയിൽ ചെയ്യുന്നത് ഡയറക്ഷൻ കൊടുക്കൽ മാത്രമാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ആ ജോലി പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ആളുകള് സ്റ്റാഫുകളും എഞ്ചിനീയേഴ്സും ഒക്കെയാണ്. അവർക്കാണ് അതിന്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരുമായിട്ട് നമ്മൾ സംസാരിക്കണം. ബിക്കോസ് എന്താണ്, they may be following a completely different process than what is documented or understood by the management. ഒരു പക്ഷെ മാനേജ്മെന്റ് മനസ്സിലാക്കിയതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സുകൾ ആയിരിക്കാം അവരൊരു പക്ഷെ ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള ക്ലയൻസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ സംസാരിക്കാറില്ല. അങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ എന്തായിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല. അതിന് ഒരുപാട് ഉണ്ടാവും ഈ പറയുന്ന പിഴവുകൾ സംഭവിക്കാനുള്ള ചാൻസ്. ഓക്കെ, നമ്മൾ പറയുന്നത് നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ ക്ലയൻസുകളും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിക്കാതിരിക്കുന്നത് അത് ഇന്ത്യയുടെ ഓഡിറ്റില് വലിയ വലിയ പിഴവുകൾ വരുത്തിയേക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണ്. അടുത്തത് പറയട്ടെ, നെക്സ്റ്റ് പറയാലോ. അടുത്തതാണ് നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ. നമ്മൾ ഡാറ്റകള് ശരിയായ രീതിയിൽ അവലോകനം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റകള് ശരിയായ രീതിയിൽ പരിശോധിക്കാതിരിക്കുന്നതും ഇന്റേണൽ ഓഡിറ്റില് പിഴവുകൾക്ക് കാരണമാണ്. എന്താണ് നമ്മൾ പറയുന്നത് നോക്കി. When data is needed, it's difficult to ask the team you are auditing to provide it. But how do you know that the data is accurate? അല്ലെ, ശരിയാണ്. ഇപ്പൊ നമ്മൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ടീം ഏതാണോ അവരുമായിട്ടാണ് അവരോടാണ് നമ്മൾ വിവരങ്ങൾ ചോദിക്കുന്നത് അല്ലെ. നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുന്നത് ആരുടെ അടുത്താണ്, നമ്മൾ ഓഡിറ്റ് നടത്തുന്ന ടീമിന്റെ അടുത്ത് അല്ലെ, ഓഡിറ്റ് നടത്തുന്ന ആൾക്കാരുടെ അടുത്താണ് നമ്മൾ വിവരങ്ങൾ ചോദിക്കുന്നത് അല്ലെ. അപ്പോ അവര് തരുന്ന വിവരങ്ങളെല്ലാം തന്നെ കൃത്യമാണെന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റും? ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലെ. അവര് തരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അത് ആക്യുറേറ്റ് ആണോ, കൃത്യമാണോ, അത് യഥാർത്ഥമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണോ അവര് തരുന്നത്, അതുപോലെ അതിനെന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, ഇതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലെ. അവര് തരുന്ന വിവരങ്ങളിൽ നമുക്ക് ആ ഒരു ആക്യുറസി, അതിന്റെ കൃത്യതയിൽ നമുക്ക് യാതൊരു ഉറപ്പ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇഫ് പോസിബിൾ സിറ്റ് വിത്ത് DBA ഓർ ഡാറ്റ പ്രൊവൈഡർ. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് DBAയുടെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണെന്നറിയോ? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അതായത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എഴുതി വെക്കുക കേട്ടോ. ഫുൾ ഫോം ചോദിക്കാറുണ്ട്. DBAയുടെ ഫുൾ ഫോം ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കഴിയാവുന്നിടത്തോളം നമ്മള് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഡാറ്റാബേസ് പ്രൊവൈഡറിനോടൊപ്പം ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ വിവരങ്ങൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമുക്കറിയില്ല, നമ്മൾ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ആ ഓഡിറ്റ് ആരെയാണോ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് ആ ഒരു ടീമിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കും, അവരോടാണ് നമ്മൾ വിവരങ്ങൾ ആവശ്യപ്പെടുന്നത്.
പക്ഷെ അവര് തരുന്ന വിവരങ്ങൾക്ക് എത്രത്തോളം കൃത്യതയുണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അവർ ചിലപ്പോ സിസ്റ്റത്തിൽ നിന്നുള്ള യഥാർത്ഥ വിവരങ്ങൾ തന്നെ ആവണമെന്നില്ല അവര് ചിലപ്പോൾ തരുന്നത്. അത് മാത്രമല്ല, വിവരങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അല്ലെ അവർക്ക് അനുകൂലമാവുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും അവർ തരുന്നത്. ചിലപ്പോൾ യഥാർത്ഥമായിട്ടുള്ള വിവരങ്ങളായിരിക്കില്ല അവർ തരുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും അതിലൊരു കൃത്യത ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കഴിയാവുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർമാര് അല്ലെങ്കിൽ ഡാറ്റാബേസ് പ്രൊവൈഡറിനോടൊപ്പം ഇരുന്ന് നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ പറയുന്ന വിവരങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് പോയി എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇഫ് പോസിബിൾ സിറ്റ് വിത്ത് ദ DTA or data provider to understand how the data is being generated. എങ്ങനെയാണ് ആ സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റകൾ ജനറേറ്റ് ചെയ്തതെന്ന് നമ്മൾ അവരോടൊപ്പം ഇരുന്ന് മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ അവരോടൊപ്പം ഇരുന്ന് നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് നേരിട്ടുള്ള യഥാർത്ഥമായിട്ട് നേരിട്ടുള്ള ആ റോ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ എന്ത് ചെയ്യണം, അത് പരിശോധിക്കാൻ മാത്രമല്ല നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ദ ഡാറ്റ ദാറ്റ് ഹാസ് ബീൻ ജനറേറ്റഡ് ഡയറക്ട്ലി ഫ്രം ദ സിസ്റ്റം. കണ്ടോ, ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ആ റോ ഡാറ്റയായിരിക്കണം നമ്മൾ പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡാറ്റ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നടത്തുന്ന ക്വറീസ്, ഫിൽറ്റർ, കൺസ്ട്രെയിൻസ് അതെല്ലാം തന്നെ നമ്മൾ അവരോട് എന്ത് ചെയ്യണം, ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സിലായി? അതാണ് അവിടെ പറയുന്നത്. ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ദ ഡാറ്റ that has been generated directly from the system along with the queries or constraints used to generate it. Queries, constraints എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഡാറ്റാബേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന ചില വേർഡ്സുകളാണ് കേട്ടോ. അതായത് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റകൾ ജനറേറ്റ് ചെയ്യേ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയുന്ന ചില വേർഡ്സുകളാണ് കേട്ടോ. ക്വറീസ്, അതുപോലെ കൺസ്ട്രെയിൻസ്, ഫിൽറ്റർ. അപ്പൊ എന്തൊക്കെ ഫിൽറ്റേഴ്സ് അത് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ക്വറീസ് നടത്തുമോ, എന്തൊക്കെ ഫീച്ചേഴ്സും എന്തൊക്കെ കൺസ്ട്രെയിൻസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഡാറ്റാബേസ് പ്രൊവൈഡറിനോടൊപ്പം ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണം, നേരിട്ട് മനസ്സിലാക്കണം. അങ്ങനെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നത്. അല്ലാതെ നമ്മൾ അതിന്റെ ടീം ലീഡേഴ്സിന്റെ റിപ്പോർട്ട് വാങ്ങി അതനുസരിച്ച് നമ്മൾ എന്താണ് ഇന്റേണൽ ഓഡിറ്റ് നടത്തി ശരിയാവില്ല. കാര്യം തരുന്ന ഡീറ്റെയിൽസിന് ചിലപ്പോ എന്തെങ്കിലും ഇതുണ്ടാവാം, കൃത്യത ഉണ്ടാവുന്നത് നമുക്ക് യാതൊരു ഉറപ്പും കേട്ടോ. പലപ്പോഴും എന്ത് സംഭവിക്കും, നമ്മൾ ഈ ഡാറ്റ വേണ്ട വിധത്തിൽ പരിശോധിക്കാറില്ല, വേണ്ട വിധത്തിൽ നമ്മൾ റിവ്യൂ ചെയ്യാറില്ല. അതുമൂലം എന്ത് സംഭവിക്കാം, ഇന്റേണൽ ഓഡിറ്റില് പിഴവുകൾ സംഭവിക്കും. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ പോയിന്റ് എന്താണ്, നോട്ട് റിവ്യൂ ഇൻ ദ ഡാറ്റ. ഓക്കെ, ഡാറ്റകളെ ശരിയായ രീതിയിൽ റിവ്യൂ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വിലയിരുത്താൻ പരിശോധിക്കാതിരിക്കുക എന്ന് പറയുന്നത് മറ്റൊരു പോയിന്റ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ പോയിന്റ്? ലാസ്റ്റ് പോയിന്റിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ലാസ്റ്റ് വൺ, ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ശരിക്കും അങ്ങനെയല്ല എഴുതുന്നത് കേട്ടോ, ലാക്ക് എഴുതണം കേട്ടോ. ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഷിജു വന്നല്ലോ, ഞാൻ ഷിജുവിനോട് ചോദിക്കാനിരിക്കുന്നു. ഷിജു ഒമാനിലാണല്ലേ, അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഷിജു കേൾക്കുന്നുണ്ടോ? സേഫ് ആണ്. ഓക്കെ ഓക്കെ, സേഫ് ആണല്ലേ. ഞങ്ങളെ ചോദിക്കായിരുന്നു, അപ്പൊ ഷിജു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിലാണ് പറഞ്ഞത് ഷിജു ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ശരി. ഞങ്ങള് ശരിക്കും പറഞ്ഞ നാട്ടിലുള്ളവർക്ക് ഒരു ടെൻഷനാണ്. കാരണം ഒത്തിരി ആളുകൾ പുറത്തുണ്ടല്ലോ. അപ്പൊ എന്താണ് നീതു പറയുന്നത്, സേഫ് ആണ്. നീതു ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഉണ്ട്, അറിയാം. എല്ലാ ബാച്ചിലും എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മളെ നാട്ടിലുള്ളവരെ നമുക്കൊരു ടെൻഷനാണ്, അവിടെ എല്ലാവരും സേഫ് അല്ലേ എന്ന്. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ലാസ്റ്റത്തെ പോയിന്റിലോട്ട് വരാം കേട്ടോ. ലാസ്റ്റത്തെ പോയിന്റ്, ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അവിടെ ശരിക്കും ഒരു വാക്ക് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് അങ്ങനെ എഴുതണം.
അങ്ങനെ എഴുതിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയേ നിഷ്പക്ഷമായിട്ട് പെരുമാറുക. നമ്മൾ തുടക്കം തന്നെ ഇന്റേണൽ ഓഡിറ്റ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, ഇന്റേണൽ ഓഡിറ്റേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം? അൺബൈസ്ഡ് ആയിരിക്കണം, അവര് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അല്ലെ, നിഷ്പക്ഷമായിട്ട് പെരുമാറുന്ന ആളുകളായിരിക്കണം, സ്വതന്ത്രമായിട്ട് പെരുമാറുന്ന ആളുകളായിരിക്കും. ഒരിക്കലും ആ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള പൊളിറ്റിക്സിലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത ആളുകളായിരിക്കും അല്ലെ. അങ്ങനെ വന്നാൽ എന്താണ് കുഴപ്പം? അങ്ങനെ വന്നു കഴിഞ്ഞാല് നമ്മളൊരു നിഷ്പക്ഷമല്ലാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ ഇന്റേണൽ ഓഡിറ്റില് എന്തുണ്ടാവില്ല? പിഴവുകൾ വരാനുള്ള ചാൻസ്, അവിടെ പിറ്റ്ഫോൾസ് വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ, ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. നോക്കുക, ദിസ് ഹാസ് ബിക്കം പെർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് ഇൻ എ സ്മോളർ ഓർഗനൈസേഷൻ. ഞാൻ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി തരാം. അതായത് ഇത് പ്രധാനമായിട്ടും ഈ ഇഷ്യൂ വരുന്നത് എവിടെയാണെന്നറിയോ? ചെറിയ ചെറിയ ഓർഗനൈസേഷനിലാണ് അതിന്റെ ഒരു ഇഷ്യൂ വരുന്നത്. വലിയ ഓർഗനൈസേഷനിൽ പ്രശ്നങ്ങൾ വരുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാല് വലിയ വലിയ സ്ഥാപനങ്ങളാകുമ്പോൾ നമ്മൾ ഈ ഇന്റേണൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണെന്നറിയാമോ? ഗവേണിംഗ് ബോഡീസിനും അതുപോലെ തന്നെ ടോപ്പ് മാനേജ്മെന്റ് ആയിട്ടുള്ള ആളുകൾക്കാണ്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ ഇന്റേണൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? ഗവേണിംഗ് ബോഡീസിനാണ് അല്ലെ, അല്ലെങ്കിൽ സുപ്പീരിയർ ഈ ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആളുകൾക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മാനേജ്മെന്റിൽ നിന്ന് നമുക്കൊരു അകലം പാലിക്കാനായിട്ട് അവിടെ സാധിക്കും. കാരണം ഇന്റേണൽ ഓഡിറ്റേഴ്സും ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡീസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു ഗവേണിംഗ് ബോഡീസിന് റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റിൽ നിന്നും ഒരു അകലം പാലിക്കാനായിട്ട് അവിടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അകലം പാലിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വേറെ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കുറവാണ്. കാര്യം ഇന്റേണൽ ഓഡിറ്റേഴ്സിന് വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് തന്നെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുകൾ അവർക്ക് എന്ത് ചെയ്യാം? റിപ്പോർട്ട് ചെയ്യാം. ആരെയും നോക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? മാനേജ്മെന്റിൽ നിന്ന് അവർക്കൊരു അകലം പാലിക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ചെറിയ ഓർഗനൈസേഷൻ എന്താ പ്രശ്നം എന്നറിയോ? വലിയ ഓർഗനൈസേഷൻ ഇഷ്യൂ അങ്ങനെ വരുന്നില്ല. പക്ഷെ ചെറിയ ഓർഗനൈസേഷനിൽ നമ്മൾ ആരെയാണോ നമ്മൾ ഓഡിറ്റ് നടത്തുന്നത് അതേ ആളുകൾക്ക് തന്നെയായിരിക്കും നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവുക. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ വലിയ ഗവേണിംഗ് ബോഡീസോ ടോപ്പ് മാനേജ്മെന്റ് അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ ചെറിയ സ്ഥാപനങ്ങളാകുമ്പോൾ നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ആളുകൾ ആരാണോ അവർക്ക് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ ആ വ്യക്തിക്കാവാം, ആ ഗ്രൂപ്പിനായിരിക്കാം, അല്ലെങ്കിൽ അതേ ഡിപ്പാർട്ട്മെന്റിന് തന്നെയായിരിക്കാം നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്താ പ്രശ്നം? അവിടെ ഈ എന്താണ് ആളുകൾ തമ്മിലൊരു അകൽച്ച കുറവാണ്. അവിടെ അകലമില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള പല ബന്ധങ്ങളുണ്ടാകും. കാര്യം നമ്മൾ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അവരുമായിട്ടാണ് ഇടപെടുന്നത്. അതേ ആളുകൾക്ക് തന്നെയാണ് നമ്മൾ റിപ്പോർട്ടും കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇന്റേണൽ ഓഡിറ്റേഴ്സും ആ ആളുകളും തമ്മിൽ വലിയൊരു അകൽച്ച വരുന്നില്ല. പലപ്പോഴും എന്താണ്? വ്യക്തിപരമായിട്ടുള്ള പല ബന്ധങ്ങളും അവിടെ സ്ഥാപിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? നമുക്ക് ഇന്റേണൽ ഓഡിറ്റേഴ്സിന് ഒരു ഭയം ഉണ്ടാകും. ഞാനത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഉള്ളിലുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കും. യഥാർത്ഥ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ മറച്ചു വെക്കപ്പെടും അല്ലെ. യഥാർത്ഥ കാര്യങ്ങൾ മറച്ചു വെക്കപ്പെടും. വളരെ സേഫ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് മാത്രമായിരിക്കും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് മാത്രമേ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. പല പല റിസ്കുകളും ചിലപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്റേണൽ ഓഡിറ്റിന്റെ എഫിഷ്യൻസി അവിടെ നഷ്ടപ്പെടും അല്ലെ, നഷ്ടപ്പെടും. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അതാണ് ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. പലപ്പോഴും അങ്ങനെ എന്ത് സംഭവിക്കാറുണ്ട്? നമ്മൾ നിഷ്പക്ഷതയോടുകൂടി അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നമ്മൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്താതിരിക്കുന്നത് എന്തിന് പിഴവുകൾ വരുത്താം? ഇന്റേണൽ ഓഡിറ്റ്സിന് തെറ്റുകൾ വരുത്താനായിട്ട് കാരണമാകും. ഓക്കെ, അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിക്കാം. This has become particularly important in a smaller organization. കണ്ടോ, ഇത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എവിടെയാണ്? ചെറിയ ഓർഗനൈസേഷനിലാണ് ഇതിന് വലിയൊരു ഇഷ്യൂ വരുന്നത് കേട്ടോ. In a larger organization, internal auditors report to a board of directors or an audit committee. അല്ലെ, വലിയ വലിയ സ്ഥാപനങ്ങളാകുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് കൊടുക്കുന്നത് അവർക്ക് ഒരുപാട് മുകളിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കൊക്കെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മാനേജ്മെന്റിൽ നിന്ന് അവർക്ക് ഒരു അകലം പാലിക്കാനായിട്ട് കഴിയും. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? വളരെ സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് അവരുടെ ഫൈൻഡിങ്സുകൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം
But in smaller companies, an internal auditor may be reporting to the same person or group they are auditing. കണ്ടോ? അപ്പൊ ചെറിയ ചെറിയ കമ്പനീസ് ആകുമ്പോൾ ഇന്റേണൽ ഓഡിറ്റർ റിപ്പോർട്ട് കൊടുക്കുന്നത് ഒന്നുകിൽ ആ ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതേ ഗ്രൂപ്പിന് തന്നെ ആയിരിക്കും അവർ എന്ത് കൊടുക്കുന്നുണ്ടാവാം, റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെ അകൽച്ച കുറവാണ്. അവര് തമ്മിൽ എന്താണ് ഒരു റിലേഷൻ, അല്ലെങ്കിൽ അവര് തമ്മിൽ ഒരു അകൽച്ച കുറവായത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇന്റേണൽ ഓഡിറ്റേഴ്സിന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ തുറന്നു പറയാനൊരു മടി ചിലപ്പോൾ അവർക്ക് അനുഭവപ്പെടാം, അല്ലെ? അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിന് കണ്ടെത്താവുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി, the crucial factor is remaining impartial, independent and having a forward looking mindset. അങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ത് പറഞ്ഞാൽ എന്താണ്, റിമെയിൻ ഇംപാർഷ്യൽ. ഇംപാർഷ്യൽ ആയിട്ട് നിലകൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ നമ്മൾ സ്വതന്ത്രമായിട്ട് അൺബൈസ്ഡ് ആയിട്ട് നിഷ്പക്ഷമായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഒക്കെ ചെയ്യേണ്ട കാര്യം. അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഇൻഡിപെൻഡന്റ് ആവാന്ന് പറയുന്നത് നമ്മൾ ആരുമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പോകണ്ട. അവരുടെ ഇഷ്ടങ്ങളോ അവരുടെ താല്പര്യങ്ങളോ അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. അവരുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധങ്ങൾ സ്ഥാപിക്കാനും പോകണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക. പിന്നെ എന്ത് ചെയ്യാം, ഹാവിങ് എ ഫോർവേഡ് ലുക്കിംഗ് മൈൻഡ് സെറ്റ്. എപ്പോഴും നമ്മള് ഭാവി എങ്ങനെ മെച്ചപ്പെടുത്തും ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി മാത്രം നമ്മൾ പ്രവർത്തിക്കാം. അല്ലാണ്ട് അവരുടെ താല്പര്യം അവർക്ക് വിഷമാവും, അവർക്ക് ബുദ്ധിമുട്ടാവോ, അവർക്ക് സങ്കടം വരുമോ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴും ഫോർവേഡ് ലുക്കിംഗ് മൈൻഡ് സെറ്റ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാവിയിൽ നമുക്ക് എന്തൊക്കെ മെച്ചപ്പെടുത്തലുകൾ നടത്താൻ പറ്റും അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്റേണൽ ഓഡിറ്റേഴ്സ് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, റിമെമ്പർ ദാറ്റ് ആൻ ഇന്റേണൽ ഓഡിറ്റർ ഈസ് ട്രൈയിങ് ടു ഹെൽപ്പ് ആൻഡ് ഷുഡ് ബി അലൗഡ് ടു ഡു സോ even if the results are hard to hear. കണ്ടോ? അപ്പൊ ഒരു കാര്യം ഓർക്കാം, ഇന്റേണൽ ഓഡിറ്റർ എപ്പോഴും എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മൾ കുറെ കൂടെ നമ്മുടെ സ്ഥാപനത്തിന് മെച്ചപ്പെടാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവർക്ക് അതിനുള്ള അനുവാദം കൊടുക്കണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കാൻ, നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ, ഫോർവേഡ് ലുക്കിംഗ് മൈൻഡ് സെറ്റോടുകൂടി പ്രവർത്തിക്കാൻ അവർക്ക് എല്ലാവിധ അനുവാദങ്ങളും അവർക്ക് കൊടുക്കാം. ഹാർഡ് ടു ഹിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ തുറന്ന് സംസാരിക്കാം. അതായത് നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അപ്രിയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, എങ്കിൽ കൂടി അത് തുറന്നു പറയാനായിട്ട് ശ്രദ്ധിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, പലപ്പോഴും എന്ത് സംഭവിക്കാറില്ല, ഈ ഒരു ഒബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് അവിടെ ചിലപ്പോ പാലിക്കപ്പെടാറില്ല. നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ട് ഒരു പക്ഷെ ഓഡിറ്റിംഗ് നടത്തപ്പെടാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഇന്റേണൽ ഓഡിറ്റിൽ ഒരുപാട് പിഴവുകൾ വരുത്തുന്നതിന് കാരണമാകും. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. These are the common pitfalls that can derail the internal audit. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇന്റേണൽ ഓഡിറ്റില് പിഴവുകൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് സ്കോപ്പ് ക്രീപ്പ്, സെക്കൻഡ് വൺ നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയന്റ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, and third one not reviewing the data, and fourth point objectivity and lack of objectivity and independence. Okay, just ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റുകൾ, 4 പോയിന്റുകൾ മനസ്സിലാക്കുക കേട്ടോ. വായിച്ചു നോക്കൂ. ഓക്കെ അല്ലേ? എല്ലാവരും വായിച്ചു നോക്കിയോ? ക്ലിയർ ആയില്ല എല്ലാവർക്കും? അടുത്ത ടോപ്പിക്ക് പറയട്ടെ എന്നാ? നെക്സ്റ്റ് പറയാം അല്ലെ? അടുത്തത് നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്റേണൽ ഓഡിറ്റ്. നമ്മള് ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് ഇനി പഠിക്കുന്നത് കേട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഒന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ്, IIA,
അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അതിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. IIA ഫുൾ ഫോം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്താണെന്നറിയാമോ അത്? അതായത് നമ്മുടെ ഈ ലോകത്തെമ്പാടുമുള്ള ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഒരു പ്രൊഫഷണൽ സംഘടനയാണിത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, IIA എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോകമെമ്പാടുമുള്ള ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഒരു പ്രൊഫഷണൽ സംഘടനയാണിത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് അഥവാ IIA എന്ന് പറയുന്നത്. ഇവരാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും മറ്റ് എന്താ പറയുക സ്റ്റാൻഡേർഡുകളെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഗ്ലോബലി ഉള്ള ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലോബൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകള്, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങള്, സ്റ്റാൻഡേർഡുകള് ഇതെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് IIA has set the internationally recognized framework for internal auditing. കേട്ടോ, ഇന്റേണൽ ഓഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രെയിംവർക്ക്, അതായത് ഒരു മാർഗരേഖ അത് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലോകത്തെമ്പാടുമുള്ള ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഒരു പ്രൊഫഷണൽ സംഘടനയാണ് IIA എന്ന് പറയുന്നത്. അവരാണ് ഇന്റേണൽ ഓഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സ്റ്റാൻഡേർഡുകളും അതിന് വേണ്ട ഫ്രെയിംവർക്ക്, അതായത് നമ്മൾ പറയില്ല ഒരു മാർഗരേഖ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ദ ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക് അഥവാ IPPF കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. IPPFന്റെ ഫുൾ ഫോമും പഠിച്ചു വെക്കാം. ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക്. ഓക്കെ, അപ്പൊ അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള, അവര് രൂപപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഫ്രെയിം വർക്കാണിത് IPPF എന്ന് പറയുന്നത്. ഓക്കെ, IIA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മാർഗരേഖയാണ് എന്തെന്ന് പറയുന്നത് IPPF എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് ഈ ഒരു ഇന്റേണൽ ഓഡിറ്റ് എങ്ങനെ നടത്തണം, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗൈഡൻസുകളും എല്ലാ സ്റ്റാൻഡേർഡുകളും ക്രൈറ്റീരിയാസും ഒക്കെ ഈ ഒരു ഫ്രെയിംവർക്കിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല് the IPPF provides a mandatory and strongly recommended guidance. നമ്മുടെ IPPF ഫ്രെയിംവർക്ക് ഉണ്ടല്ലോ, അത് രണ്ട് തരത്തിലുള്ള ഗൈഡൻസുകളാണ് അവർ മുന്നോട്ട് വരുന്നത്. ഒന്ന് മാൻഡേറ്ററി ആയിട്ടുള്ള ഗൈഡൻസ്. മാൻഡേറ്ററി എന്ന് പറയുന്നത് എന്താണ്? നിർബന്ധമായിട്ടും പാലിക്കേണ്ടത്, ഒഴിച്ചുകൂടാനാവാത്ത നിർബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും പാലിക്കേണ്ട ചില ഗൈഡൻസുകളും, അതുപോലെ സ്ട്രോങ്ലി റെക്കമെൻഡഡ് ആയിട്ടുള്ള, അതായത് ശക്തമായിട്ട് നമ്മൾ എന്താ പറയാ റെക്കമെൻഡ് ചെയ്യുന്ന കുറെ ഗൈഡൻസുകളുമാണ് IPPF മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല these are the standards that are applied by over 160,000 internal auditors who are working globally within the framework. ശരിക്കും നമ്മുടെ രാജ്യത്ത് ഏകദേശം, നമ്മുടെ രാജ്യത്തല്ല മൊത്തത്തില് രാജ്യത്തിലെമ്പാടുമായിട്ട് ഒരു ഏകദേശം കണക്കാണ് പറയട്ടെ, ഏകദേശം 160,000 ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഈ ഒരു ഫ്രെയിംവർക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് 3 കാര്യങ്ങളാണ്. ഒന്ന് IIA ഫുൾ ഫോം പഠിച്ചു വെക്കാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ്. അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം, അത് ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഒരു പ്രൊഫഷണൽ സംഘടനയാണ് കേട്ടോ. ലോകമെമ്പാടുമുള്ള ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഒരു പ്രൊഫഷണൽ സംഘടനയാണ്. അവരാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും മറ്റ് സ്റ്റാൻഡേർഡുകളും എല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത് IIA എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അങ്ങനെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് IPPF എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രെയിംവർക്ക് രണ്ട് തരത്തിലുള്ള ഗൈഡൻസുകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് മാൻഡേറ്ററി ആയിട്ടുള്ള ഗൈഡൻസുകളും അതുപോലെ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഗൈഡൻസുകളും അവര് മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് മൊത്തം ഏകദേശം 1,80,000 ആളുകൾ മീൻസ് ഇന്ത്യയുടെ ഓഡിറ്റേഴ്സ് ഈ ഒരു ഫ്രെയിംവർക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ പറഞ്ഞ കാര്യം പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ ഇന്ത്യയുടെ
ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ് ക്ലിയർ അല്ലേ? പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ഓഡിറ്റ് വേഴ്സസ് എക്സ്റ്റേണൽ ഓഡിറ്റ്. നമുക്കറിയാം 2 ടൈപ്പ് ഓഡിറ്റ് ഉണ്ട്. അതിന് തുടക്കം പറഞ്ഞിരുന്നു ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ്. ഇത്രയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത് ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തൊരു ഭാഗം ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് കുറച്ച് ക്രൈറ്റീരിയാസ് അവിടെ വെച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ്? മീനിങ്, പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്, കണ്ടക്റ്റഡ് ബൈ, ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ, ഇൻസേഴ്സ് റിപ്പോർട്ട്, ഒപ്പീനിയൻ, സ്കോപ്പ്, ഒബ്ലിഗേഷൻ, പീരീഡ്, ചെക്സ്. ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാവുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് മീനിങ് എന്താ നോക്കാം. ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ. കമ്പാരിസൺ ആണ് പഠിക്കുന്നത്. മീനിങ് എന്താണ്? ഇന്റേണൽ ഓഡിറ്റ് റെഫേഴ്സ് ടു എൻ ഓൺഗോയിങ് ഓഡിറ്റ് ഫംഗ്ഷൻ പെർഫോംഡ് വിത്തിൻ എൻ ഓർഗനൈസേഷൻ ബൈ എ സെപ്പറേറ്റ് ഇന്റേണൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാലോ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷനുള്ളിൽ, ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റ് തുടർച്ചയായിട്ട് നടത്തുന്ന ഒരു ഓഡിറ്റ് ഫംഗ്ഷനെയാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ തന്നെ പാർട്ടാണ് അല്ലെ, സ്ഥാപനത്തിന്റെ തന്നെ ഭാഗമല്ലേ. നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ് അല്ലെ. ആ ഓഡിറ്റ് തുടർച്ചയായിട്ട് നടത്തുന്ന ഓഡിറ്റ് ഫംഗ്ഷന്, ഓൺഗോയിങ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഓഡിറ്റ് ഫംഗ്ഷനെയാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് അവർ ഓർഗനൈസേഷൻ അല്ലെ, അത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗമാണ്. ഓക്കെ, എന്നാൽ എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് ആൻ ഓഡിറ്റ് ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ദ ഇൻഡിപെൻഡന്റ് ബോഡി. ഇൻഡിപെൻഡന്റ് ബോഡി വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ. എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? അത് പുറത്തുനിന്നുള്ളൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗമാണോ? അല്ല, നമ്മുടെ ഓർഗനൈസേഷന് പുറത്തുള്ള ഒരു ഇൻഡിപെൻഡന്റ് ബോഡി നടത്തുന്ന ഓഡിറ്റ് ഫംഗ്ഷൻ ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ഡിഫറൻസ് മനസ്സിലായല്ലോ. നമ്മൾ അതിന്റെ മീനിങ് വെച്ചാണ് അത് കമ്പയർ ചെയ്തത്. രണ്ടാമത്തത് ഒബ്ജക്റ്റീവ് ആണ്, ലക്ഷ്യം. ഇന്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യം എന്താണ്, എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യം എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്പാരിസൺ നോക്കാം. ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റിവ്യൂ ദ റൂട്ടീൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊവൈഡ് സജഷൻസ് ഫോർ ദ ഇംപ്രൂവ്മെന്റ്. ഇതാണ് ടു റിവ്യൂ ദ റൂട്ടീൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊവൈഡ് ദ സജഷൻസ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് അല്ലെ. നമ്മുടെ സ്ഥാപനത്തിലെ റൂട്ടീൻ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും, ഡേ ടു ഡേ ഓപ്പറേഷൻസുകളെല്ലാം തന്നെ റിവ്യൂ ചെയ്യാം. അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സജഷൻസുകൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ശരിയല്ലേ? അതായത് ആ സ്ഥാപനത്തിനുള്ളിൽ ഇന്റേണൽ ആയിട്ടുള്ള ഡേ ടു ഡേ നടത്തുന്ന ഡെയിലി ഓപ്പറേഷൻസുകൾ എന്തൊക്കെയാണ്, എല്ലാ ഇന്റേണൽ കൺട്രോൾസുകളും പ്രോപ്പർ ആണോ, ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം, റിവ്യൂ ചെയ്യാം. അതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു അനലൈസ് ആൻഡ് വെരിഫൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കമ്പനി. കണ്ടോ, ഇതിന് മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും അല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. ആകെ എന്ത് മാത്രമാണ്? ടു അനലൈസ് ആൻഡ് വെരിഫൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കമ്പനി അല്ലെ. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്, സാമ്പത്തികമായിട്ടുള്ള വിശദാംശങ്ങൾ അത് വെരിഫൈ ചെയ്യാം, അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നുവെച്ചാൽ ആ സ്ഥാപനത്തിന്റെ ലാഭനഷ്ട കണക്കുകൾ, അതിന്റെ ബാലൻസ് ഷീറ്റ്, അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള റവന്യൂ, അതിന്റെ എക്സ്പെൻസ്, അങ്ങനെയുള്ള ഓൺലി എന്ത് മാത്രമേ ഫോക്കസ് ചെയ്തു? ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതേസമയം ഇന്റേണൽ ഓഡിറ്റ് അങ്ങനെ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ. ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓപ്പറേഷൻസും, എല്ലാ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റേണൽ ഓഡിറ്റിന് നമ്മൾ അസസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, മനസ്സിലായോ? ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കമ്പാരിസൺ പറഞ്ഞത്. ഇനി അടുത്തത് കണ്ടക്റ്റഡ് ബൈ. ആരാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ
എംപ്ലോയീസ് ആണ് അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് മീൻസ് നമ്മുടെ എന്താണ് ആ സ്ഥാപനത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ആളുകൾ, അത്രയുടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വർക്കേഴ്സ് മീൻസ് ഓഡിറ്റ് നടത്തുന്ന ഓഡിറ്റേഴ്സ് ആണ്. ഓക്കെ, ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ സ്ഥാപനത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള എംപ്ലോയീസ് ആണ്. പുറത്തുനിന്നുള്ള ആളുകളുണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? തേർഡ് പാർട്ടിയാണ്, പുറമേ നിന്നുള്ള ആളുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ബോഡി, ആ ആളുകളെന്ന് നമുക്കറിയില്ല. ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആളുകൾ, പുറമേ നിന്നുള്ള ആളുകളാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവിടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ. ഓഡിറ്ററിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റില് ഓഡിറ്ററിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ മാനേജ്മെന്റ്. ആരാണ്? മാനേജ്മെന്റ്. ഇന്റേണൽ ഓഡിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സ്ഥാപനത്തിന്റെ ഈ പറയുന്ന പോലെ ഗവേണിംഗ് ബോഡീസ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി, ടോപ്പ് മാനേജ്മെന്റ് സ്റ്റാഫുകള്, അതാണ് നമ്മുടെ മാനേജ്മെന്റ് അല്ലെ. അവരാണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഏതില്? ഇന്റേണൽ ഓഡിറ്റ്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റിൽ ആരാണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ആ സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സ്, പാർട്ട്നേഴ്സ്, അതിലെ ഇൻവെസ്റ്റേഴ്സ്, റെഗുലേറ്റേഴ്സ്, അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്ററിനെ തീരുമാനിക്കുന്നത്. അത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗമല്ല, പുറത്തുനിന്നുള്ള ഏജൻസി വഴിയായിട്ട് ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥര്, അതിന്റെ ഷെയർ ഹോൾഡേഴ്സ്, അതിന്റെ പാർട്ട്നേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, റെഗുലേറ്റേഴ്സ്, അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റില് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതേസമയം ഇന്റേണൽ ഓഡിറ്റില് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ മാനേജ്മെന്റ് ആണ്. നമ്മുടെ മാനേജ്മെന്റ്, നമ്മുടെ സിഇഒ, അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡീസ്, ഓഡിറ്റ് കമ്മിറ്റി, അവരൊക്കെയാണ് ഓഡിറ്ററിനെ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് കേട്ടോ. അടുത്തത് യൂസേഴ്സ് റിപ്പോർട്ട്. യൂസേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റർ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നതെന്നാണ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റില് ആർക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്? യൂസേഴ്സ് റിപ്പോർട്ട് ടു മാനേജ്മെന്റ് അല്ലെ. മാനേജ്മെന്റിനല്ലേ റിപ്പോർട്ട് കൊടുക്കുന്നത്. നമ്മൾ പഠിച്ചില്ലേ, ഗവേണിംഗ് ബോഡീസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഓഡിറ്റ് കമ്മിറ്റി, അവർക്കാണ് എന്ത് കൊടുക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത്. അതേസമയം എക്സ്റ്റേണൽ അറിയോ? സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് പാർട്ട്നേഴ്സ് അഥവാ ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, റെഗുലേറ്റർ, ആ സ്ഥാപനത്തിന്റെ റെഗുലേറ്റേഴ്സ്, അവർക്കാണ് എന്ത് കൊടുക്കുന്നത്? റിപ്പോർട്ട് കൊടുക്കുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. ഇന്റേണൽ ഓഡിറ്റിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് മാനേജ്മെന്റിനാണെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്റില് ഒരു ഓഡിറ്റർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഒപ്പീനിയൻ കേട്ടോ. ഇൻ ഇന്റേണൽ ഓഡിറ്റ് ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡഡ് on the effectiveness of the operational activities of the organization. മനസ്സിലായോ? ഒരു ഇന്റേണൽ ഓഡിറ്റില് നമ്മുടെ ഓഡിറ്റർ ഒപ്പീനിയൻ കൊടുക്കുന്നത്, അഭിപ്രായം പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? The effectiveness of the operational activities of the organization. ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനക്ഷമത അല്ലെ, അവരുടെ ഒരു ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്, ഡേ ടു ഡേ നടക്കുന്ന അവരുടെ ഓപ്പറേഷൻസ്, ഇന്റേണൽ കൺട്രോൾസ്, അതിന്റെ ഇഫക്റ്റീവ്നെസ്സിനനുസരിച്ച്, അതിന്റെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് കൊണ്ടാണ് ഒരു ഇന്റേണൽ ഓഡിറ്റർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റിൽ എങ്ങനെയാണ് ഒരു ഓഡിറ്റർ തന്റെ അഭിപ്രായം പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇൻ എക്സ്റ്റേണൽ ഓഡിറ്റ് ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡഡ് ഓഫ് ദ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫെയർനെസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കമ്പനി. അതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ആണോ? അല്ല. എക്സ്റ്റേണൽ ഓഡിറ്റിൽ ആകെ ഫോക്കസ് ചെയ്യുന്നത് മാത്രമാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളുടെ ഒരു ഫെയർനെസ്, അതിന്റെ ഒരു ആക്യുറസി, അതിന്റെ ഒരു വിശ്വാസ്യത, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ ഓഡിറ്റർ അവിടെ അഭിപ്രായങ്ങൾ കൊടുക്കുന്നത്.
മനസ്സിലായല്ലോ? ഇന്റേണൽ ഓഡിറ്റിന് ഓഡിറ്റർ അഭിപ്രായം കൊടുക്കുന്നത് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റിന് ഒരു ഓഡിറ്റർ തന്റെ അഭിപ്രായം കൊടുക്കുന്നത് ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ് ആണോ, അതിന്റെ കൃത്യത, അതിന്റെ ഫെയർനെസ്, അതിന്റെ ട്രൂത്ത്ഫുൾനെസ്, വിശ്വാസ്യത, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ അഭിപ്രായം കൊടുക്കുന്നത്. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാക്കുക. അടുത്തത് സ്കോപ്പ് ആണ്, പരിധിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇൻ ഇന്റേണൽ ഓഡിറ്റിന് ആ സ്കോപ്പ് ഈസ് ഡിസൈഡഡ് ബൈ ദ മാനേജ്മെന്റ് ഓഫ് ദ എന്റിറ്റി. ശരിയല്ലേ? ഒരു ഇന്റേണൽ ഓഡിറ്റില് അതിന്റെ സ്കോപ്പ് നിശ്ചയിക്കുന്നത് ആരാണ്, ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ്, അല്ലെ? മാനേജ്മെന്റ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. എന്തെല്ലാം ഓഡിറ്റ് ചെയ്യണം, എത്രത്തോളം പരിശോധിക്കണം, അല്ലെ? എന്തൊക്കെ പരിശോധിക്കണം, അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് വിഭാഗമാണ് ഓഡിറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പരിധി, അല്ലെ, അതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആണ്. പക്ഷേ എക്സ്റ്റേണൽ ഓഡിറ്റിൽ എങ്ങനെയാണ്? എക്സ്റ്റേണൽ ഓഡിറ്റിൽ ഡിസൈഡഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ട് മീൻസ് നിയമങ്ങളാണ്. നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ പരിധി നിശ്ചയിക്കപ്പെടുന്നത്. നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കുന്നുണ്ട്. കമ്പനീസ് ആക്ട് ഒക്കെ പഠിക്കാം, ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച്, അല്ലെങ്കിൽ ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകള്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡുകള്, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതിന്റെ നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ പരിധി നിശ്ചയിക്കുന്നത്. അതേസമയം ഇന്റേണൽ ഓഡിറ്റിൽ അങ്ങനെയല്ല. അവിടെ സ്കോപ്പ് നിശ്ചയിക്കുന്നത് ആരാണ്? അത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന് തീരുമാനിക്കാം എന്ത് ഓഡിറ്റ് നടത്തണം, ഏത് വിഭാഗം ഓഡിറ്റ് ചെയ്യണം, എത്രത്തോളം പരിശോധിക്കണം, അതൊക്കെ തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആണ്. വേറെ ആർക്കും അവിടെ വേറെ റോള് വരും. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റിന് അങ്ങനെയല്ല. അത് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങള്, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡുകള്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകള്, അതൊക്കെ അനുസരിച്ച് കൊണ്ടാണ് അതിന്റെ സ്കോപ്പ് നിശ്ചയിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അടുത്തതാണ് ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയില്ലേ, നിയമപരമായിട്ടുള്ള ബാധ്യതയാണോ അല്ലയോ എന്നുള്ളത്. റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റില് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാല് വോളണ്ടറി ആണ്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ബാധ്യത, അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ഒരു അർത്ഥമാണ് കേട്ടോ. അപ്പോ ഇന്റേണൽ ഓഡിറ്റില് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഇല്ല, നോ എന്നാണ് പറയുന്നത്. അതായത് നിയമപരമായിട്ടുള്ള ബാധ്യതയല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ ഇങ്ങനെ എല്ലാ കമ്പനികളിലും നിർബന്ധമായിട്ട് നടത്തണം എന്നില്ലാന്ന്. മനസ്സിലായത്? അത് നിർബന്ധമല്ലാന്ന്. ഇറ്റ് ഈസ് വോളണ്ടറി ആണ്. അത് സ്വമേധയാ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാല് ഒബ്ലിഗേഷൻ, ഇന്റേണൽ ഓഡിറ്റിൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്, ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? വോളണ്ടറി ആണ്, നിർബന്ധമില്ല. എല്ലാ കമ്പനികളിലും ഇപ്പോ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് യാതൊരു നിർബന്ധവുമില്ല. അത് മാനേജ്മെന്റ് ആഗ്രഹിച്ചാൽ മാത്രം അവർക്ക് വേണമെങ്കിൽ നടത്താം. നമുക്ക് സ്വമേധയാ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്റേണൽ ഓഡിറ്റ് നടത്താത്തതിന്റെ പേരിൽ വേറെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കേസുകളോ അങ്ങനെയൊന്നും അവിടെ ഉണ്ടാകില്ല. അത് ഓരോരുത്തർക്ക് തീരുമാനിക്കാം. മാനേജ്മെന്റിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നടത്തണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ വേണ്ട. അത് അവരുടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒബ്ലിഗേഷൻ ഇസ് നോ എന്ന് പറഞ്ഞത്. അതാണ് നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇറ്റ് ഈസ് വോളണ്ടറി. അത് സ്വമേധയാ നടത്താവുന്ന ഒരു കാര്യമാണ്, നിർബന്ധമില്ല കേട്ടോ. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് അങ്ങനെയല്ല. അവിടെ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞ യെസ്, അതായത് എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് നിയമപരമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ്. അത് കമ്പൽസറി ആണ്. ഏത് നിയമം അനുസരിച്ചാണെന്നറിയോ? അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. ഇതാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 അനുസരിച്ച് എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് നിർബന്ധമാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും വാർഷിക ആനുവൽ എക്സ്റ്റേണൽ ഓഡിറ്റ് അവിടെ നടത്തണം എന്നുള്ളത് ഈ ഒരു നിയമപ്രകാരം നിർബന്ധമാണ്. അത് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പല പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ചിലപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഏത് നിയമം അനുസരിച്ചാണ്? അത് നേരത്തെ തൊട്ട് മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലേ, സ്കോപ്പ് ഈസ് ഡിസൈഡഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞില്ലേ, നിയമത്തിനനുസരിച്ചിട്ടാണ് സ്കോപ്പ് നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ ഓഡിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിയമങ്ങള് പറയുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് നിർദ്ദേശിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആണ്. നിങ്ങളോട് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കേട്ടോ,
ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ വർഷം വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. ഏതാണ് വർഷം? 1956. അതുപോലെ നമ്മുടെ കേരള പിറവി വർഷമാണ്, നമ്മുടെ കേരള രൂപം കൊണ്ട വർഷമാണ് 1956. അതുകൊണ്ട് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ വർഷം 1956. അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിയമപരമായിട്ട് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും, അതൊക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി പീരീഡ് ആണ്, സമയപരിധിയെ പറ്റിയിട്ടാണ്, കാലയളവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റിലെ പീരീഡ് എങ്ങനെയാണ്? ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ പറഞ്ഞല്ലോ, ഇന്റേണൽ ഓഡിറ്റ് ഇസ് എൻ ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ, ഇതൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇത് പറഞ്ഞാല് ഒരു വർഷം മുഴുവനും തുടർച്ചയായിട്ട് നടത്തുന്ന ഒരു പ്രോസസ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. അതിപ്പോ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ക്വാർട്ടർലി നടത്താം, അതുപോലെ തന്നെ അല്ലെ ഹാഫ് ഇയർലി ആയിട്ട് നടത്താം. എന്തായാലും ഒരു വർഷം മുഴുവൻ എന്താണ് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ് ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്? വൺസ് ഇൻ എ ഇയർ ആണ്, അതായത് വർഷത്തിന് ഒരിക്കൽ മാത്രം നടക്കുന്നതാണ് ഇത് എക്സ്റ്റേണൽ ഓഡിറ്റ്. അപ്പൊ പഠിച്ചു വെക്കണം കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ബട്ട് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്? വൺസ് ഇൻ എ ഇയർ ആണ് കേട്ടോ, വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നടക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കമ്പാരിസൺ നമ്മൾ വരുന്നത് എന്താണ്? ചെക്സ് ആണ്. എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്, അത് വെച്ചുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇന്റേണൽ ഓഡിറ്റ് ചെക്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, നമ്മൾ പഠിച്ചതാണ് അല്ലെ, പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ, എൻവിയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങള്, റൂൾസ് ആൻഡ് റെഗുലേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, പെർഫോമൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടും അല്ലെ. ഒരു സ്ഥാപനത്തിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ് ഇന്റേണൽ ഓഡിറ്റിൽ ചെക്ക് ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്? അക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി അല്ലെ, സാമ്പത്തികമായിട്ടുള്ള വിശദാംശങ്ങളുടെ കൃത്യത, അതിന്റെ വാലിഡിറ്റി മാത്രമാണ് ഒരു എക്സ്റ്റേണൽ ഓഡിറ്റില് എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. കിട്ടിയോ എല്ലാ പോയിന്റുകളും? കമ്പാരിസൺ ആണ് നമ്മൾ കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയ കമ്പാരിസൺ. ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. ചെക്സ് പറയണം. ഓക്കെ, അതായത് ഇന്റേണൽ ഓഡിറ്റിൽ നമ്മൾ എന്താണ് പരിശോധിക്കുന്നത്? ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ്. ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയാണ് ഇന്റേണൽ ഓഡിറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതെ, എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ? അല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതിന്റെ നമ്മുടെ പെർഫോമൻസ്, അവിടെ ഇന്റേണൽ ആയിട്ടുള്ള കൺട്രോൾസ്, സിസ്റ്റംസുകള്, പിന്നെ IT സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ആ ഒരു മൊത്തത്തിൽ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും എഫിഷ്യൻസിയാണ് ഇന്റേണൽ ഓഡിറ്റിൽ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്ത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്തത്? അക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള വിശദാംശങ്ങളുടെ കൃത്യത. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ലാഭനഷ്ട കണക്കുകൾ, അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് ഷീറ്റ്, അവിടെ വരുന്ന റവന്യൂ, അവിടെ വരുന്ന എക്സ്പെൻസ്, അതിന്റെ ബഡ്ജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അതിന്റെ അക്യുറസി വാലിഡിറ്റി മാത്രമാണ് എക്സ്റ്റേണൽ ഓഡിറ്റിൽ പരിശോധിക്കുന്നത്. ഓക്കെ, അയച്ചു നോക്കിയില്ലേ? എല്ലാ പോയിന്റുകളും ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം കേട്ടോ. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവര് അറിയാം, 12 മണി വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സെലക്ഷൻ ഓഫ് വെൻഡർ ആണ്. അപ്പൊ നമ്മൾ ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ആ ഒരു ടോപ്പിക് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ തുടങ്ങിയത് ഇന്റേണൽ ഓഡിറ്റും അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ നീഡ്സ്, അതിന്റെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്,
ഓക്കെ. ഇന്റേണൽ ഓഡിറ്റിന്റെ 4 ഫേസസുകൾ, പിന്നെ ഇന്റേണൽ ഓഡിറ്റിംഗിൽ വരാവുന്ന പിറ്റ്ഫോൾസുകൾ എന്തൊക്കെയാണ്. ഓക്കെ. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ആ ഒരു ടോപ്പിക് അവിടെ അവസാനിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറെ കൂടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിലോട്ട് കുറച്ചും കൂടെ നമുക്ക് വരാം. അവിടെ വരുന്ന ഒരു കാര്യമാണ് വെൻഡർ, അല്ലെ? ഒരു ഡിപ്ലോമയിൽ വെൻഡർ എന്നൊക്കെ കേട്ടില്ല. ആരാണ് വെൻഡർ എന്ന് പറഞ്ഞാല്? വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? സെല്ലർ, അല്ലെ? അതൊക്കെ സപ്ലയർ ആണ്, അല്ലെ? വിതരണക്കാരൻ, അല്ലെ? ഇവരാണ് വെൻഡർ. ഇനിയാണ് നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നുള്ള ലെവലിലോട്ട് കണക്കാക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് സെലക്ഷൻ ഓഫ് വെൻഡർ ആണ് കേട്ടോ. ഒരു വെൻഡറിനെ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. വെൻഡർ സപ്ലയർ ആണ് കേട്ടോ. വെൻഡറിനെ തന്നെയാണ് നമ്മൾ സെല്ലർ അഥവാ സപ്ലയർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോ നമ്മൾ ഡിപ്ലോമയിൽ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, എപ്പോഴും നല്ലൊരു എന്താ പറയാ പർച്ചേസിംഗ് പ്രൊക്യൂർമെന്റ് നടത്തണമെങ്കിൽ നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു വെൻഡറിനെ നമ്മൾ കണ്ടെത്തുക, അല്ലെ? നല്ലൊരു സപ്ലയറിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ലൊരു സപ്ലയർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രൊക്യൂർമെന്റ് പ്രോസസ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു വെൻഡറിന്റെ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. സെലക്ഷൻ ഓഫ് വെൻഡർ. ജസ്റ്റ് നമുക്ക് വായിക്കാം എന്താണ് അവിടെ പറയുന്നത്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചതാണ് കേട്ടോ. മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെയല്ലേ നമ്മൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതെ. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് takes the responsibility for the vendor selection, which is an integral part of the procurement management process. Underline ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഒരു വെൻഡറിനെ അഥവാ ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആരുടേതാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്, അഥവാ നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്, അല്ലെ? കാര്യം എന്താണ്? ഒരു നല്ലൊരു വെൻഡറിനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ it is an integral part of the procurement management process. What is mean by procurement management process? എന്താണ് procurement management process? വാങ്ങൽ പ്രക്രിയയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്ഥാപനങ്ങളും സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങുന്നതിനായിട്ടുള്ള ആ ഒരു ഫോർമൽ ആയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ, വാങ്ങൽ പ്രക്രിയ. അതിനെയാണ് നമ്മൾ procurement management process എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഇത് ഒരു വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനൊരു ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത്? കാര്യം അറിയോ? വെൻഡർ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റാൻഡം ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്കൊരു റാൻഡം ആയിട്ട് ഒരിക്കലും ഒരു വെൻഡറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കോർഡിനേഷനും അതുപോലെ തന്നെ സെലക്ഷനും ക്രൈറ്റീരിയാസും സ്റ്റാൻഡേർഡ്സുകളൊക്കെ ആവശ്യമായിട്ടുള്ള വളരെ ഫോർമൽ ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മളൊരു വെൻഡറിനെ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ എങ്ങനെയല്ല റാൻഡം ആയിട്ടല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങളോട് ചോദിക്കാം, ദാറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ്. എന്താണ്? vendor selection. Vendor selection is an integral part of the procurement management process. And who is responsible for the vendor selection? ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഫോർ ദ വെൻഡർ സെലക്ഷൻ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്താണ് പറയുന്നത്? ഓക്കെ, vendor selection is a subsidiary process that allows clearly stating, defining and approving those vendors which meet the requirements of the procurement process. അതും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ വെൻഡർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതെന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ procurement management പ്രോസസ് ഒരു സബ്സിഡിയറി പ്രോസസ് ആയിട്ടാണ് പറയുന്നത്. ഒരു അനുബന്ധ പ്രോസസ്. procurement management പ്രോസസ് എന്ന് പറഞ്ഞാൽ വാങ്ങൽ പ്രക്രിയയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെ? ഒത്തിരിയേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ വരുന്ന ഒരു സബ്സിഡിയറി പ്രോസസ് ആണ്. ഒരു അനുബന്ധ പ്രോസസ് മാത്രമാണ് ഇത് വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വെൻഡർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സിഡിയറി പ്രോസസ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തത്? ക്ലിയർലി സ്റ്റേറ്റിംഗ്. ക്ലിയർലി സ്റ്റേറ്റിംഗ് മീൻസ് നമ്മൾ ശരിയായൊരു വെൻഡറിനെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡിഫൈൻ ചെയ്യണം. അതായത് യോഗ്യരായിട്ടുള്ള വെൻഡേഴ്സിനെ നമ്മൾ
കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വെൻഡേഴ്സിനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ ഡിഫൈൻ ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം, അല്ലെ? ഇതാണ് പറയുന്നത് ക്ലിയർലി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ വെൻഡേഴ്സ്. നമുക്ക് യോഗ്യരായിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള വെൻഡേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, കണ്ടെത്തണം. പിന്നെ വരുന്നത് എന്താണ്? ഡിഫൈനിങ് ആണ്, അല്ലെ? ഡിഫൈനിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ യോഗ്യതകളാണ് ആ വെൻഡറിന് വേണ്ടത്, അല്ലെ? എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്പീരിയൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെ, ഗുണങ്ങളാണ് ആ ഒരു വെൻഡറിൽ ഉണ്ടായിരിക്കേണ്ടത്, അത് നമ്മൾ കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്യണം. പിന്നെ എന്താണ്? ആൻഡ് അപ്രൂവിങ് ദോസ് വെൻഡേഴ്സ് വിച്ച് മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. അതുപോലെ നമ്മുടെ പ്രൊക്യൂർമെന്റ് പ്രോസസ്സിനെ നിറവേറ്റുന്ന അത്തരം വെൻഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം, അല്ലെ? അവരെ അപ്രൂവ് ചെയ്യണം, അവരെ ഔദ്യോഗികമായിട്ട് നമ്മൾ അംഗീകരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഒരു വെൻഡർ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. നിസ്സാരമായിട്ടുള്ള പ്രോസസ് ആണോ? അല്ല. നമ്മൾ എന്തൊക്കെ ചെയ്യണം? ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ വെൻഡർ. നല്ലൊരു വെൻഡറിനെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം, കണ്ടെത്തണം, അവരെ ഡിഫൈൻ ചെയ്യണം. ആ വെൻഡർക്ക് എന്തൊക്കെ യോഗ്യതകൾ വേണം, എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. മൂന്നാമത് എന്താണ്? അപ്രൂവിംഗ് ദ വെൻഡേഴ്സ് ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ പ്രൊക്യൂർമെന്റ് പ്രോസസ്. നമ്മുടെ പ്രോസസ്സിനെ, നമ്മുടെ വാങ്ങൽ പ്രക്രിയയെ കൃത്യമായിട്ട് നിറവേറ്റുന്ന, ആവശ്യങ്ങൾ നിറവേറ്റുന്ന അങ്ങനെയുള്ള വെൻഡേഴ്സിനെ നമ്മൾ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു വെൻഡർ സെലക്ഷൻ പ്രോസസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എന്താ പറയുന്നത്? The buying department. Buying department means the purchasing department or material management department. അല്ലേ? അപ്പൊ നോക്കിയേ, the buying department is responsible for creating a list of potential suppliers and submitting that list to the project manager in order to decide on the vendors in conflict. Okay, അപ്പൊ അവിടെ മനസ്സിലാക്കാം നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ സപ്ലയേഴ്സ് ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരാണ്? ഈ പറയുന്ന ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? അവരങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ ലിസ്റ്റ് ആർക്ക് സബ്മിറ്റ് ചെയ്യും? പ്രോജക്ട് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, പ്രോജക്ട് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് പിന്നീട് ഒരു കോൺഫറൻസിലൂടെ, ഒരു മീറ്റിംഗിലൂടെ, ഒരു ഡിസ്കഷനിലൂടെയാണ് അവര് ശരിക്കും യോഗ്യരായിട്ടുള്ള വെൻഡേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ഒരു വെൻഡേഴ്സിനെ ഡിസൈഡ് ചെയ്തത് ആരൊക്കെ ചേർന്നിട്ടാണ്? നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രോജക്ട് മാനേജറും. ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഒരു വെൻഡറിനെ കണ്ടെത്തുന്നത്. മനസ്സിലായല്ലോ? അതായത് ആദ്യം ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് പൊട്ടൻഷ്യൽ സപ്ലൈസിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും, അല്ലെ? ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവര് മാത്രമാണ് ചെയ്യുന്നത്, അല്ല? ആ ലിസ്റ്റ് ആർക്ക് കൊടുക്കും? പ്രോജക്ട് മാനേജറിന് സബ്മിറ്റ് ചെയ്യും. അങ്ങനെ പ്രോജക്ട് മാനേജറും നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ചിരുന്ന് അവര് ഒരു കോൺഫറൻസിലൂടെ, ഒരു ചർച്ചയിലൂടെ, ഒരു മീറ്റിംഗിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഒരു ഐഡിയൽ ആയിട്ടുള്ള വെൻഡറിനെ കണ്ടെത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി അടുത്തത് എന്താണ്? However, the ultimate decision for the vendors cannot be made without the vendor selection criteria. So, the purchase department, in cooperation with the project manager, needs to develop and use such criteria. ഇനി നമ്മളൊരു വെൻഡറിനെ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രോജക്ട് മാനേജറും കൂടിയിട്ടാണ് വെൻഡറിനെ കണ്ടെത്തുന്നത്. പക്ഷേ നമ്മളൊരു വെൻഡറിനെ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപായിട്ട് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ശരിയായ ഒരു എവിഡൻസ്, ഒരു തെളിവോടുകൂടി അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയാസ് ഒന്നുമില്ലാതെ നമുക്കൊരു വെൻഡറിനെ സെലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായല്ലോ? കാര്യം ഡിപ്പാർട്ട്മെന്റും പ്രോജക്ട് മാനേജറും ഒരുമിച്ചിട്ടാണ് അവരൊരു വെൻഡറിനെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. പക്ഷെ ആ ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യാനുള്ള അന്തിമ തീരുമാനം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ എവിഡൻസോട് കൂടിയില്ല. അങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു വെൻഡറിനെ ഫൈനലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് വേണമെന്ന് അറിയോ? അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മളൊരു വെൻഡർ ക്രൈറ്റീരിയാസ് ക്രിയേറ്റ് ചെയ്യും. ഒരു വെൻഡറിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ക്രൈറ്റീരിയാസ് നമ്മളൊക്കെ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതാണ് പറയുന്നത്. So the purchase department, in cooperation with the project manager, needs to develop and use such criteria. എന്ത് ചെയ്യണം? നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രോജക്ട് മാനേജറും അവര് കോർഡിനേറ്റ് ചെയ്യണം. അവര് തമ്മിൽ സഹകരിച്ചിട്ട് വേണം ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ നമ്മൾ പറഞ്ഞത്?
വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ പ്രോസസ് ആണ്. അതൊരു റാൻഡം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ് അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു ഒരു വെണ്ടർ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു സബ്സിഡിയറി പ്രോസസ് ഓഫ് എ പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ് ആണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? നമ്മൾ ഒരു നല്ല വെണ്ടറിനെ നമ്മൾ ആദ്യം തന്നെ സ്റ്റേറ്റ് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അവർക്ക് എന്തൊക്കെ യോഗ്യതകൾ വേണം, എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഈ പറയുന്ന വെണ്ടേഴ്സിനെ നമ്മൾ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വെണ്ടർ സെലക്ഷനകത്ത് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പൊട്ടൻഷ്യൽ സപ്ലൈസ് ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റ് ആർക്ക് സബ്മിറ്റ് ചെയ്യും? പ്രോജക്ട് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു കോൺഫറൻസിലൂടെയാണ് വെണ്ടറിനെ കണ്ടെത്തുന്നത്. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്. നമുക്കൊരു നല്ല വെണ്ടറിനെ കണ്ടെത്താനുള്ള അന്തിമ തീരുമാനം കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസിന് അല്ലെങ്കിൽ എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന ബൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രോജക്ട് മാനേജറും ഒരുമിച്ച് അവര് തമ്മിൽ കോപ്പറേറ്റ് ചെയ്ത് ഈ ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയസ് അത് ഡെവലപ്പ് ചെയ്യണം. അവര് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ക്രൈറ്റീരിയാസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആര് രണ്ടുപേരും? ബൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രോജക്ട് മാനേജറും. ഇനി എന്താ പറയുന്നത്? Often vendor selection criteria vary between the organizations. However, they need to be identified and included as a component of the inventory management. അപ്പോ നമുക്കറിയാം ഈ ഒരു വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് എല്ലാ കമ്പനികളിലും ഒരുപോലെ ആവുന്നില്ല കേട്ടോ. എല്ലാ ഓർഗനൈസേഷനിലും ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും. അതായത് ഓരോ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ വ്യത്യാസമില്ലേ? ആവശ്യങ്ങൾ വ്യത്യാസത്തിനനുസരിച്ച് വെണ്ടർ സെലക്ഷനിൽ വരുന്ന ക്രൈറ്റീരിയാസ് വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഓരോ സ്ഥാപനങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടേഴ്സ് എങ്ങനെയുള്ളവരാണോ അതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസ് അവർ ഐഡന്റിഫൈ ചെയ്യണം. അവരതിനനുസരിച്ച് പ്ലാൻ തയ്യാറാക്കണം. അത് ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് മാറ്റുകയും വേണം. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന എന്താണ് വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ആയിരിക്കില്ല. അത് വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരുടെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് ക്രൈറ്റീരിയാസിന് വ്യത്യാസം ഉണ്ടാവും. അത് എന്ത് തന്നെ ആയിക്കോട്ടെ ക്രൈറ്റീരിയാസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അത് ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിന്റെ ഭാഗമാക്കി മാറ്റാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? വായിച്ചു നോക്കിയത് ആ ഒരു പാരഗ്രാഫ്, 2 പാരഗ്രാഫ് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പൊ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലെ. ഇനി എന്തൊക്കെ ക്രൈറ്റീരിയാസുകളാണ് പൊതുവെ നമ്മളൊരു വെണ്ടർ സെലക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ദ ക്രൈറ്റീരിയ ഫോർ വെണ്ടർ സെലക്ഷൻ ഇൻക്ലൂഡിംഗ് ഫോളോയിങ് കേട്ടോ. വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 4 ക്രൈറ്റീരിയാസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് പഠിക്കേണ്ടത് 4 ക്രൈറ്റീരിയാസ് ആണ്. ഇതൊക്കെയാണ് 4 ക്രൈറ്റീരിയാസ്. ക്രൈറ്റീരിയാസ് ഫോർ ദ വെണ്ടർ സെലക്ഷൻ ഇൻക്ലൂഡ്സ്, ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കോസ്റ്റ് അല്ലെ, കോസ്റ്റ് ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസ്. 2 ഡെലിവറി അല്ലെ, ഡെലിവറി ആൻഡ് എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ. 3rd one ക്വാളിറ്റി ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസ്. 4th one പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സ്. ഇപ്പോഴേ തന്നെ പഠിച്ചു പോവാം കേട്ടോ. ഇതൊക്കെയാണ് 4 ക്രൈറ്റീരിയാസ്. 1 കോസ്റ്റ്, 2 ഡെലിവറി, 3 ക്വാളിറ്റി, 4 പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? കോസ്റ്റ് ആണ്, ചെലവ്. വേണ്ടേ? ഒരു വെണ്ടറിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റില് ഉള്ള വെണ്ടറിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലെ. സോ കോസ്റ്റ് ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസസ്, നമ്മുടെ വാങ്ങൽ പ്രക്രിയയിൽ വരുന്ന കോസ്റ്റ്, മൊത്തത്തിൽ എത്രത്തോളം ചെലവ് വരും, അത് നമ്മൾ എന്തായാലും പരിഗണിക്കണം അല്ലെ. കാര്യം നമുക്കറിയാം ഒരുപാട് വെണ്ടേഴ്സ് ഉണ്ടാവും.
പലവരും പല പല കോസ്റ്റുകളായിരിക്കും അല്ലെ ഓഫർ ചെയ്തത് ആ രീതിയിലായിരിക്കും. അപ്പൊ നോക്കാം, ഇൻ കമ്പാരിസൺ ഓഫ് പ്രൈസസ് പ്രൊവൈഡഡ് ബൈ ദ സെവറൽ കോൺട്രാക്ടേഴ്സ്. ഇപ്പൊ ഒരേ ജോലിക്ക് തന്നെ പല കോൺട്രാക്ടേഴ്സ് മീൻസ് വെൻഡേഴ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരേ ജോലിക്ക് തന്നെ പല പല വെൻഡേഴ്സും പറയുന്നത് പല പല പ്രൈസുകളായിരിക്കും, പല പല കോസ്റ്റുകളായിരിക്കും ഓരോരുത്തരും പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വിവിധ കോൺട്രാക്ടേഴ്സ് വിവിധ വെൻഡേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈസുകൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്തു. എന്നിട്ട് നമുക്ക് അഫോർഡബിൾ ആകുന്ന വെൻഡർ ആരാണോ അവരെയല്ലേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അത് മാത്രം നോക്കിയ പോലെ മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വിവിധ വെൻഡേഴ്സ് അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈസസ് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്തു അല്ലെ, താരതമ്യം ചെയ്തു. കോസ്റ്റ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, കോസ്റ്റ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്. രണ്ടാമത്തത് ഡെലിവറി ആണ്. ഡെലിവറി അതായത് ഡെലിവറി ആൻഡ് എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ ടു പ്രൊക്യൂർ ഓൾ ഐറ്റംസ് വിത്തിൻ ഡിസൈർഡ് ഡെലിവറി ഡേറ്റ്. രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡെലിവറി ആൻഡ് എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ. അതായത് നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും നമ്മളുടെ ആ ഒരു സമയപരിധിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ദിവസത്തിന് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് എത്തിച്ചു തരാനുള്ള ഒരു എബിലിറ്റി, ആ ഒരു എബിലിറ്റി ആർക്കുണ്ടോ എന്ന് നമുക്ക് നോക്കണം, വെൻഡറിനുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതാണ് ഡെലിവറി. ഡെലിവറി ആൻഡ് എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊക്യൂർ ഓൾ ഐറ്റംസ് വിത്ത് ഡിസൈർഡ് ഡെലിവറി ഡേറ്റ്. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്താണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് അല്ലെ. അല്ലാണ്ട് നമ്മൾ ആവശ്യപ്പെട്ട ദിവസവും കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ എത്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്തിനുള്ളിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു എബിലിറ്റി അത് ഉണ്ടോ എന്നുള്ളത് ആ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അതൊരു ക്രൈറ്റീരിയ ആണ് കേട്ടോ, ഡെലിവറി എന്നുള്ളത്. ഡെലിവറി ആൻഡ് എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ട്. ഓക്കെ. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണ്. എത്രത്തോളം ക്വാളിറ്റിയിൽ അവര് നമുക്ക് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ തരുന്നു, അതൊരു ക്രൈറ്റീരിയ അല്ലേ. നമ്മൾ പൈസ കുറവാണ്, ഡെലിവറി സമയത്തിന് തരും, പക്ഷെ ക്വാളിറ്റിയിലേക്ക് നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്വാളിറ്റി ആണ് അല്ലെ. ക്വാളിറ്റി ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എൻ എബിലിറ്റി, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇറ്റ് ഈസ് എൻ എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ ടു പ്രൊവൈഡ് ദ പ്രോഡക്റ്റ് വിത്ത് ദ എക്സ്പെക്ടഡ് ക്വാളിറ്റി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പ്രോഡക്ട്സുകളും സേവനങ്ങളും നൽകാനുള്ള എബിലിറ്റി വെൻഡർക്കുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതൊരു ക്രൈറ്റീരിയ ആണ് അല്ലെ, ക്വാളിറ്റി. ഓക്കെ. ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതിനുള്ളത് അവിടെ എഴുതി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇറ്റ്സ് എൻ എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ ടു പ്രൊവൈഡ് ദ പ്രോഡക്ട്സ് വിത്ത് ദ എക്സ്പെക്ടഡ് ക്വാളിറ്റി. ഓക്കെ. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രൈറ്റീരിയ എന്താ പറയുന്നത്? പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സ് ആണ്. പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സ് ഓൺ ദ കോൺട്രാക്ടേഴ്സ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ ദ പാസ്റ്റ്. ഈ പറയുന്ന കോൺട്രാക്ടർ അവര് മുന്നെടുത്തിട്ടുള്ള പ്രോജക്റ്റുകള് അല്ലെങ്കിൽ അവര് മുന്നേ ചെയ്തിട്ടുള്ള ഇടപാടുകള് ആക്ടിവിറ്റീസ് അതിന്റെ ഒരു പെർഫോമൻസ് റെക്കോർഡ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. കാര്യം നമ്മളൊരു വെണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ അവര് മുന്നേ ഏതൊക്കെ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അവരുമായിട്ട് എന്താണ് ഇടപെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അവരുടെ ഇന്നത്തെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യാറില്ലേ. ഓടിപ്പോയി നമ്മളൊരു വെണ്ടറെ സെലക്ട് ചെയ്യണം, അവര് ഏതൊക്കെ പ്രോജക്റ്റുകൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അവരിൽ നിന്നൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സ് ഓൺ ദ കോൺട്രാക്ടേഴ്സ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ ദ പാസ്റ്റ്. അവരെ മുൻപ് അവരെടുത്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസുകളുടെയും പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സും കൂടെ നമ്മൾ അവിടെ എടുക്കേണ്ടതുണ്ട്. അതും ഒരു ക്രൈറ്റീരിയ ആണ് കേട്ടോ. കിട്ടിയോ നിങ്ങൾക്ക്? വെൻഡർ സെലക്ഷൻ പ്രോസസ്സിന്റെ പ്രധാനപ്പെട്ട 4 ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണ്? ഒരുപാട് ക്രൈറ്റീരിയാസ് നമുക്ക് ഇനിയും പറയാം, പക്ഷെ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ക്രൈറ്റീരിയാസ് ആണ്. 1 കോസ്റ്റ്, 2 ഡെലിവറി, 3 ക്വാളിറ്റി, ദെൻ പാസ്റ്റ് പെർഫോമൻസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഫോർ ദ വെൻഡർ സെലക്ഷൻ. ഓക്കെ, വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഒരു വെൻഡർ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്സുകളാണ് പഠിക്കാൻ കേട്ടോ. അതും ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ടും 7 സ്റ്റെപ്പുകളാണ് വരുന്നത് കേട്ടോ. വെൻഡർ സെലക്ഷൻ പ്രോസസ്സിന്റെ 7 സ്റ്റെപ്സുകളാണ് വരുന്നത്.
ഓരോന്ന് എന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ഒന്ന് വായിക്കാം. സെലക്ടിംഗ് എ ടെക്നോളജി വെൻഡർ ഈസ് പ്രോബബ്ലി one of the most important tasks that an IT leader will undertake. It can be a complicated and emotional process. If the organization lacks the right team of people who have the knowledge and expertise to undergo a successful selection process. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഒരു ടെക്നോളജി വെൻഡർ, ഒരു ഉദാഹരണത്തിലൂടെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് നമ്മളൊരു ടെക്നോളജി വെൻഡർ എന്ന് പറയുമ്പോൾ ഒരു ടെക്നോളജി വെൻഡർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹാർഡ്വെയർ സിസ്റ്റംസ്, സോഫ്റ്റ്വെയർ സംവിധാനങ്ങള്, ഡിജിറ്റൽ സൊല്യൂഷൻസുകള്, IT സിസ്റ്റംസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് ഒരു ടെക്നോളജി വെൻഡർ എന്ന് പറയുന്നത്. IT സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് ടെക്നോളജി വെൻഡർ. അപ്പോ ഒരു ടെക്നോളജി വെൻഡറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു IT ലീഡറിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നാണ് ഒരു ടെക്നോളജി വെൻഡറിനെ സെലക്ട് ചെയ്യുന്നത്. ഇല്ലേ? ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന് പറ്റിയിട്ട്, നമ്മുടെ സ്ഥാപനം എന്താണ്? അത് ഹോസ്പിറ്റൽ ആണെങ്കിൽ അങ്ങനെ, മറ്റേതെങ്കിലും അങ്ങനെ. നമ്മുടെ ഹോസ്പിറ്റലാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിന് അനുയോജ്യമായിട്ടുള്ള ഒരു വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. എന്നതുപോലെ തന്നെയാണ് ഒരു ടെക്നോളജി വെൻഡറിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു IT വെൻഡറിന്റെ IT ലീഡറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെ? അവരുടെ ജോലികളിൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു ഈ പറയുന്ന ഒരു വെൻഡർ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് ശരിയായ അറിവും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉള്ള ഒരു ടീം, ഒരു ശരിയായ ഒരു ടീം, ഒരു ഇവാലുവേഷൻ ടീം നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെൻഡർ സെലക്ഷൻ പ്രോസസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എന്തായാലും അറിയാലോ, വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. റാൻഡമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? വെൻഡർ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് ശരിയായ നോളജും അതുപോലെ എക്സ്പീരിയൻസും ഉള്ള ഒരു നല്ലൊരു ടീമിനെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതായത് വെൻഡർ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് അറിവും എക്സ്പീരിയൻസും അതിനെ പറ്റിയിട്ട് അറിവുള്ള ഒരു നല്ലൊരു ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനൊരു ടീം ഇല്ലാന്നുണ്ടെങ്കിൽ വെൻഡർ സെലക്ഷൻ പ്രോസസ് പറഞ്ഞ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മാത്രമല്ല, ഇമോഷണൽ ആയിട്ടും എല്ലാ രീതിയിലും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വെൻഡർ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നല്ലൊരു ഇവാലുവേഷൻ ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതല്ലേ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെൻഡർ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് അറിവുള്ള, നോളജ് ഉള്ള, സ്കിൽഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് അപ്പൊ ആദ്യം നടക്കേണ്ടത്. ഓക്കെ, അതെന്നെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. The right team of people who have the knowledge and expertise to undergo a successful selection process. അങ്ങനെ നമ്മളൊരു നല്ലൊരു ഇവാലുവേഷൻ ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു തന്നെ ഇരിക്കട്ടെ. പിന്നീടുള്ള സ്റ്റെപ്സുകളാണ് പറയുന്നത് കേട്ടോ. Below are the 7 steps to successful vendor selection. ഇനി ഒരു നല്ല വെൻഡർ സെലക്ഷന് വേണ്ടിയിട്ടുള്ള 7 സ്റ്റെപ്സുകളാണ്. 7 സ്റ്റെപ്പുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ജസ്റ്റ് സ്റ്റെപ്പുകൾ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയേ. ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്സ്. നമ്മുടെ ബിസിനസ് റിക്വയർമെന്റ്സുകൾ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമ്മൾ ആദ്യം വെൻഡറിനെ തേടി പിടിക്കണേക്കാളും മുമ്പ് ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ വേണം, അതായത് നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനിക്കണം. ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ആയിരിക്കും. ഇല്ല, ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളായിരിക്കില്ല ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ളത്. എല്ലാത്തിനും വ്യത്യാസമുണ്ട്, അല്ലെ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തിന്റെ ബിസിനസ് റിക്വയർമെന്റ്സുകൾ എന്താണോ അത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം, അല്ലെ? എന്നിട്ട് വേണം അതിനനുസരിച്ചിട്ടുള്ള ഒരു വെൻഡറിനെ നമ്മൾ പോയി കണ്ടെത്താനായിട്ട്, അല്ലെ? അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഡിഫൈൻ ആൻഡ് അനലൈസ് ദ ബിസിനസ് റിക്വയർമെന്റ്സ്. ബിസിനസ് റിക്വയർമെന്റ്സുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യുക, അതിന് വിശകലനം ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? വെൻഡറിനെ സെലക്ട് ചെയ്യാം, അല്ലെ? അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഐഡന്റിഫൈ ദ തേർഡ് പാർട്ടി വെൻഡർ കാൻഡിഡേറ്റ്സ്. നമ്മളൊരു നല്ലൊരു തേർഡ് പാർട്ടി വെൻഡറിനെ നമ്മൾ എന്ത് ചെയ്യാം? കണ്ടെത്തുക, അല്ലെ? അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വെൻഡറിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ അവരുമായിട്ട് ഡീലിങ്സ് ഉറപ്പിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ആ വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരാളെ അല്ല കണ്ടെത്തുന്നത്, ഒരുപാട് വെൻഡേഴ്സിനെ നമ്മൾ കണ്ടെത്തും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ വെൻഡേഴ്സിനെ വിലയിരുത്തുന്നതിനുള്ള ക്രൈറ്റീരിയാസ് ഡെവലപ്പ് ചെയ്യണം അല്ലെ. വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ്, ആ മാനദണ്ഡങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അത് മൂന്നാമത്തെ സ്റ്റെപ്പ്. എന്താണ് ഇത് പറയണേ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കോട്ടോ, കുഴപ്പമില്ല. എന്തായാലും റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ് കേട്ടോ. കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ് നമ്മൾ എന്ത് ചെയ്യും, വെൻഡേഴ്സിനെ നമ്മൾ വിലയിരുത്താനുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അത് വെച്ച് നമ്മൾ അവരെ എന്ത് ചെയ്യും, വിലയിരുത്തും. എന്നിട്ട് എന്ത് ചെയ്യണം, നാലാമത്തെ സ്റ്റെപ്പില് കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ്. കണ്ടക്ട് വെൻഡർ ബ്രീഫിംഗ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വെൻഡേഴ്സ് ഉണ്ടല്ലോ, അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. അവരുമായിട്ട് നമ്മൾ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്തായിരിക്കും, അപ്പൊ നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഐഡിയൽ ആയിട്ടുള്ള വെൻഡറിനെ നമുക്ക് വീണ്ടും നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. എന്നിട്ടോ ഇവാലുവേറ്റ് വെൻഡേഴ്സ് ആൻഡ് ഷെഡ്യൂൾ മെമ്പേഴ്സ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വെൻഡേഴ്സിനെ വിശദമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അവരെ കൊണ്ട് നമ്മൾ ഡെമോകൾ അവതരിപ്പിക്കും. ലാസ്റ്റ് നമുക്ക് എന്താണ്, ആറാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, കംപ്ലീറ്റ് വെൻഡർ സെലക്ഷൻ. വെൻഡർ സെലക്ഷൻ അന്തിമ തീരുമാനത്തിലോട്ട് എത്തും. ആറാമത്തെ സ്റ്റെപ്പ് ആകുമ്പോഴേക്കും നമ്മൾ ഒരു വെൻഡറിനെ കണ്ടെത്തിയിട്ടുണ്ടാവും. വെൻഡർ സെലക്ഷൻ നമ്മൾ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഏഴാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് കോൺട്രാക്ട് വിത്ത് വെൻഡർ അല്ലെ, നമ്മൾ കണ്ടെത്തിയ വെൻഡറുമായിട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഓക്കെ, ഇതൊരു സീക്വൻസ്, ഇതൊരു സീരീസ് പോലെ നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒരു വെൻഡർ സെലക്ഷനിൽ വരുന്ന 7 സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് വരുന്നത്, നമ്മള് നമ്മുടെ ബിസിനസ് റിക്വയർമെന്റ്സുകൾ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വെൻഡേഴ്സിനെ കണ്ടെത്തുന്നു. വെൻഡേഴ്സിനെ കണ്ടെത്തിയിട്ട് അവരെ വിലയിരുത്താനുള്ള ക്രൈറ്റീരിയാസ് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കണ്ടെത്തിയ വെൻഡേഴ്സുമായിട്ട് നമ്മൾ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മീറ്റിംഗിൽ നമ്മൾ ഏർപ്പെടുന്നു. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ വെൻഡേഴ്സിനെ വിശദമായിട്ട് വിലയിരുത്തുന്നു. അവരെ കൊണ്ട് ഡെമോകൾ അവതരിപ്പിക്കുന്നു. അതോടുകൂടിയിട്ട് നമുക്ക് ആറാമത്തെ സ്റ്റെപ്പോട് കൂടിയിട്ട് ഏത് വെൻഡറിനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ അന്തിമ തീരുമാനത്തിലെത്തുന്നത് ആറാമത്തെ സ്റ്റെപ്പോട് കൂടിയിട്ടാണ് അല്ലെ. ഏഴാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, നമ്മൾ കണ്ടെത്തിയ വെൻഡറുമായിട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് ഒരു കോൺട്രാക്റ്റില് ഏർപ്പെടുന്നു. ഇത്രയുമാണ് 7 സ്റ്റെപ്സുകൾ അവിടെ വരുന്നത്. ക്ലിയർ ആയോ? സ്റ്റെപ്പുകളെ പറ്റി ഒരു ധാരണയായോ നിങ്ങൾക്ക്? ഇനി നമുക്ക് വായിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം, ഡിഫൈൻ ആൻഡ് അനലൈസ് ദ ബിസിനസ് റിക്വയർമെന്റ്സ്. നമ്മുടെ ബിസിനസ് റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണുള്ളത് ഡിഫൈൻ ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം, അതിനെ വിശകലനം ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ നോക്കി, വാട്ട് ഈസ് ദ ഓർഗനൈസേഷൻ ആസ്കിംഗ് എ തേർഡ് പാർട്ടി ടു പ്രൊവൈഡ്. അതായത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ വെൻഡറിന്റെ അടുത്ത് എന്തായിരിക്കും ആവശ്യപ്പെടുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലാണ്, നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്തായിരിക്കും, എന്തൊക്കെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും ഒരു വെൻഡറിനെ അവരെ സമീപിക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ. എ ഗുഡ് സ്റ്റാർട്ട് വുഡ് ബി അസംബിൾഡ് an evaluation team that is knowledgeable in the vendor selection process and it has a clear understanding of what the business is all about. നമ്മൾ തുടക്കമേ പറഞ്ഞതാണ് അല്ലെ, നമ്മൾ ആ ഒരു വെൻഡർ സെലക്ഷൻ പ്രോസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്, നല്ലൊരു ഇവാലുവേഷൻ ടീമിനെ നമ്മൾ എന്താണ് അസംബിൾ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ലൊരു ഇവാലുവേഷൻ ടീം, പ്രത്യേകിച്ച് വെൻഡർ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി നോളജും അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ടീമിനെ അസംബിൾ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെ. എന്നിട്ടോ ആ ഇവാലുവേഷൻ ടീം ഷുഡ് ബി ഏബിൾ ടു, ആ ഇവാലുവേഷൻ ടീം എന്തൊക്കെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം, അതാണ് അവിടെ പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഇവാലുവേഷൻ ടീമിനെ എന്ത് ചെയ്യുന്നു, രൂപീകരിക്കുന്നു. അവരെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസ് റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ പറയുന്ന ഇവാലുവേഷൻ ടീം എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ തീരുമാനിക്കേണ്ടത്. ഡിഫൈൻ ദ പ്രോഡക്റ്റ്, മെറ്റീരിയൽ ഓഫ് സർവീസ് ദാറ്റ് ഈസ് നീഡഡ്. നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, സേവനങ്ങൾ എന്തൊക്കെയാണ്, അതാദ്യം ഡിഫൈൻ ചെയ്യണം. പിന്നെ എന്ത് ഡിഫൈൻ ചെയ്യണം, ഡിഫൈൻ ദ ടെക്നിക്കൽ ആൻഡ് ബിസിനസ് റിക്വയർമെന്റ്സ്. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, ബിസിനസ് സംബന്ധമായിട്ടുള്ള റിക്വയർമെന്റ്സ്, അതും അവിടെ ഡിഫൈൻ ചെയ്യും അല്ലെ. സാങ്കേതികമായിട്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് IT സംവിധാനങ്ങള്, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സംവിധാനങ്ങള്,
ഡിജിറ്റൽ ആയിട്ടുള്ള സൊല്യൂഷൻസുകള്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുകള്, അതൊക്കെ ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ആണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ, അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ബിസിനസ് സംബന്ധമായിട്ട് എന്തൊക്കെ റിക്വയർമെന്റ്സുകൾ ഉണ്ട്, അത് ഈ ടീം എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യും. മൂന്നാമത് എന്താണ്, ഡിഫൈൻ ദ വെൻഡർ റിക്വയർമെന്റ്സ്. വെൻഡറിന്റെ റിക്വയർമെന്റ്സും കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. വെൻഡറിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ദ ഫീച്ചേഴ്സ് ദ ഓർഗനൈസേഷൻ ഇസ് ലുക്കിംഗ് ഫോർ ഇൻ എ വെൻഡർ. അതായത് ഒരു വെൻഡറിന്റെ നമ്മുടെ ഓർഗനൈസേഷൻ അന്വേഷിക്കുന്നത് എന്താണ്, എങ്ങനെയുള്ള വെൻഡറിനെയാണ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടത്, ആ ഒരു കാര്യങ്ങളും കൂടെ ഇവിടെ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. 3 കാര്യങ്ങളാണ് ഇവാലുവേഷൻ ടീം നോക്കേണ്ടത്. ഡിഫൈൻ ദ പ്രോഡക്റ്റ്, മെറ്റീരിയൽ ഓഫ് സർവീസ് ദാറ്റ് ഈസ് നീഡഡ്, ഡിഫൈൻ ദ ടെക്നിക്കൽ ആൻഡ് ബിസിനസ് റിക്വയർമെന്റ്സ്, ഡിഫൈൻ ദ വെൻഡർ റിക്വയർമെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അതിന് പബ്ലിഷ് ചെയ്യ റിക്വയർമെന്റ്സ് ഡോക്യുമെന്റ്. നമ്മുടെ എല്ലാ റിക്വയർമെന്റ്സിനെയും എന്ത് ചെയ്യണം, അവരൊരു ഡോക്യുമെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണം. എല്ലാ റിക്വയർമെന്റ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് അത് രേഖപ്പെടുത്തി. ഇത്രയൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, ഇന്ന ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ട്, ഇന്ന ബിസിനസ് റിക്വയർമെന്റ്സ് ഉണ്ട്, ഇന്ന പ്രോഡക്റ്റുകളും സർവീസുകളും ആവശ്യമുണ്ട്, ഇങ്ങനെയുള്ള ഒരു വെണ്ടറിനെയാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് രേഖപ്പെടുത്തിയത് പബ്ലിഷ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, the evaluation team should also try to collect as much information as possible. പരമാവധി ഒരു ഇവാലുവേഷൻ ടീമിന് അവർക്ക് പറ്റാവുന്നിടത്തോളം ഇൻഫർമേഷൻസ് എല്ലാം തന്നെ അവർ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. എന്നിട്ടോ ഐഡന്റിഫൈ ആൻഡ് ഇന്റർവ്യൂ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് യൂസേഴ്സ്, അല്ലെ. അതുപോലെ റിവ്യൂ എക്സിസ്റ്റിംഗ് ഇന്റേണൽ മെറ്റീരിയൽസ് such as reports and statistics, as well as gather technical information including standards and descriptions of the environment. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇവാലുവേഷൻ ടീം നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടും അതുപോലെ യൂസേഴ്സ് ഉണ്ടല്ലോ, ഉപയോക്താക്കളൊക്കെ ആയിട്ട് സംസാരിച്ചും അവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പരമാവധി പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അവർ കളക്ട് ചെയ്യണം. നിലവിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അവർ റിവ്യൂ ചെയ്യണം, മുൻപ് നടന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അവർ റിവ്യൂ ചെയ്യണം, നിലവിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സുകൾ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യണം, ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും സ്റ്റാൻഡേർഡുകളും എല്ലാം അവർ എന്ത് ചെയ്യണം, ഇതിനെ പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും ഈ പറയുന്ന ഇവാലുവേഷൻ ടീം കളക്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബിസിനസ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണുള്ളത് കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്യണം, അതിനെ അനലൈസ് ചെയ്യണം. ഇതാണ് ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങള് പിറ്റ്ഫോൾസ് ആണ് പഠിച്ചത്. ഇന്റേണൽ ഓഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പിറ്റ്ഫോൾസുകൾ എന്തൊക്കെയാണ്, ഓക്കെ, ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതോടുകൂടി ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ടോപ്പിക് അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വെണ്ടർ സെലക്ഷനെ പറ്റിയിട്ടാണ് പഠിച്ചത്. വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയാസ് പ്രധാനമായിട്ട് 4 ക്രൈറ്റീരിയാസ് പഠിച്ചു. ഇത് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന വെണ്ടർ സെലക്ഷൻ പ്രോസസ്സിന്റെ 7 സ്റ്റെപ്പുകൾ പഠിക്കാനുണ്ട്. 1ാമത്തെ സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 6 സ്റ്റെപ്സുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ക്ലാസ് ഇല്ല കേട്ടോ, ഇനി ക്ലാസ് ഇല്ല, നിങ്ങൾക്ക് പോവാട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. Thank you, ma'am.